ഇന്നത്തെ നമ്മുടെ വിഷയത്തെ ആധാരമാക്കി നാം പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വിഷയമായിരിക്കാമെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞ് ആരംഭിക്കണമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, ഡാവിഞ്ചി എന്ന് പറയുന്ന വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ വത്തിക്കാനിലെ പല വത്തിക്കാൻ ബസിലിക്കയും മറ്റു പലതും അവർ പടങ്ങൾ വരച്ച് ബൈബിൾ ചിത്രകഥകൾ ആ കാലങ്ങളിൽ പള്ളികളൊക്കെ വരയ്ക്കുമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചേന്നഗിരിപ്പള്ളി ഇടവകയിൽ ഇതുപോലെ മധുവായോട് ചേർന്നുള്ളതായ സീലിങ്ങിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ രൂപം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപകർ നിൽക്കുന്നതും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വരമൊഴിയിൽ കൂടി അതെല്ലാം വെളിപ്പെടുത്തുന്നൊരു കാലമാണ്. അങ്ങനെ ഒരു സമയമാണ് അദ്ദേഹം തിരുവത്താഴ് ശുശ്രൂഷത്തിൻ്റെ ലാസ്റ്റ് സപ്പർ അത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 ശിഷ്യന്മാരെയും യേശുവിനെയും വരയ്ക്കാൻ വേണ്ടി 20 വർഷക്കാലം തൻ്റെ മനസ്സിനൊത്ത മുഖങ്ങളെ തേടി നടന്നെന്നാണ് പറയുന്നത്. അതിൽ യൂദായുടെ മുഖത്തിലുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ 20 വർഷമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും കിട്ടി, അതെല്ലാം വരച്ചു. അവസാനം യൂദായെയും കിട്ടി. അങ്ങനെ വരച്ച ആ തിരുവത്താഴ് ശുശ്രൂഷയിൽ യേശുവിൻ്റെ കയ്യിലൊരു കാസായ ഉണ്ടായിരുന്നു. താനിങ്ങനെ നമ്മുടെ പള്ളികളിൽ കാണുന്ന പോലെ കാസായിൽ കൂടെ ഈ കുർബാന കൊടുക്കുന്ന സമയത്തിൽ കാസ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഡാവിഞ്ചിയുടെ ഏറ്റവും അടുത്ത മറ്റൊരു വലിയൊരു ആർട്ടിസ്റ്റും സുഹൃത്തും തൻ്റെ ഈ ചിത്രരചന കണ്ടിട്ട് താൻ പറഞ്ഞു, ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട് നിൽക്കുന്നത് ആ യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന കാസയാന്ന് പറഞ്ഞു. യേശുവിൻ്റെ കയ്യിലെ കാസയാണ് ഈ പടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട വിഷയം. ഉടനെ ഡാവിഞ്ചി ഒരു ബ്രഷ് എടുത്ത കാസായ ചിഹ്നം ഭിന്നം കുത്തി വരച്ചു കളഞ്ഞു. മറ്റൊരു തടഞ്ഞു. എന്ത് വൃത്തികേടായി കാണിക്കുന്നത്, നിനക്കെന്നെ പ്രാന്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡാവിഞ്ചി പറഞ്ഞു, എൻ്റെ ചിത്രത്തിൽ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നിനും അമിത പ്രാധാന്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ചിത്രത്തിൽ ഇനി കാസ വേണ്ട. വളരെ ചിന്തിക്കാൻ പറ്റിയതായൊരു വിഷയമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന അനുഭവം. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 7 മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവനിലിരിക്കേണ്ടതിനും അവനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും. അതിന് മുമ്പ് പറയുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമയുടെ ലാക്കിലേക്ക് ഓടുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അമിത പ്രാധാന്യമായി കൊടുക്കേണ്ടത് ജീസസ് ക്രൈസ്റ്റാണ്. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന രൂപം മാത്രമല്ല, യേശുവിനുള്ളൊരു അനുഭവമാണ്. ആ യേശുവിനെ നമ്മൾ ഏറ്റവും പ്രാധാന്യമായി നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ അനുഗ്രഹം നമുക്കാണ്. കാരണം യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. യേശു വചനമാവുന്നു, യേശു വാതിലാവുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു പുനരുത്ഥാനവും ജീവനുമാവുന്നു. അപ്പോൾ യേശുവിൻ്റെ വചനങ്ങളെ നമ്മൾ വാഗ്ദത്തങ്ങളെ സ്വീകരിക്കും തോറും നമ്മളിൽ പ്രതിരോധം കൂടി ഏത് കാര്യങ്ങളെയും പ്രതിരോധിക്കാനുള്ള കൃപ ലഭിക്കുകയും പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ എന്നെ കൂടാതെന്ന് പറയുന്നത് നമ്മൾ യേശു എന്ന രൂപത്തെയല്ല കാണുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 24-ാം വാക്യം വായിച്ച് 1 കൊരിന്ത്യർ 1:24 യേശുവിനെ പറഞ്ഞു പഠിക്കുമ്പോൾ യേശു ക്രിസ്തു പവർ ആൻഡ് വിസ്ഡം. നോക്കണം, പവർ ആൻഡ് വിസ്ഡം എന്നാണ്. യഹൂദന്മാർക്ക് ഇടർച്ചയെങ്കിലും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. അതാണ് ക്രിസ്തു. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ വചനത്തിലായാലും ശരി, തൻ്റെ സാന്നിധ്യത്തിലായാലും ശരി, ഈ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി തന്നിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം. യേശു അന്നത്തെ കോളേജിലോ സ്കൂളിലൊന്നും പോയിട്ടുള്ള ആളല്ല. പക്ഷേ യേശുവിൻ്റെ ദൈവജ്ഞാനം കണ്ടിട്ട് സ്കൂളിൽ പോയി പാണ്ഡിത്യമെടുത്തതായ ആൾക്കാർ പറയുന്നു, ഇവൻ്റെ ജ്ഞാനം, ഇവൻ പഠിപ്പില്ല,
എങ്കിലും പിന്നെ ജ്ഞാനത്തെ അവർ പൂഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നാം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ജ്ഞാനവും ശക്തിയും നമ്മളുണ്ടാകും. നമ്മൾ ആരെ അനുകരിക്കുന്നോ, ആരെ ആരാധിക്കുന്നോ, അവരുടെ സ്വഭാവം നമുക്കുണ്ടാകും. ക്രിക്കറ്റ് പ്ലെയർമാരെ, സിനിമാ നടന്മാരെയൊക്കെ അനുകരിക്കുന്നുണ്ടല്ലോ. അവർ വയ്ക്കുന്ന പോലെ മീശ വയ്ക്കും, അവരുടുക്കുന്ന പോലെ ഡ്രസ്സ് ഇടും. ഇങ്ങനെ അവരുടെ സ്വഭാവത്തോട് ഇവർ അനുരൂപരാകുന്ന പോലെ തോന്നുന്ന പോലെ നാം ദൈവത്തെ, യേശുവിനെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ യേശുവിൻ്റെ സ്വഭാവങ്ങൾ, അതാണ് ഒന്നാമത് പവർ, ദൈവശക്തി, മറ്റൊന്ന് ദൈവജ്ഞാനം ആയ ക്രിസ്തു. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ ഏറ്റവും പ്രാധാന്യതയോടെ, യേശു പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത് യേശു പറഞ്ഞു എന്നെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ അധികം സ്നേഹിക്കരുത്. ഇത് സ്വാർത്ഥതയിൽ പറഞ്ഞല്ല. കാരണം യേശു ആത്മാവാകുന്നു, അത് നിലനിൽക്കുന്നതാണ്. യേശു ഉയർത്തപ്പെട്ടതാണ്, ഉയർപ്പിക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ജീവിക്കുന്നവനായ യേശുവിനെ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്താൽ നമ്മൾ ഒരു കാലത്ത് മരിക്കുകയില്ല. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ജീസസിനെയാണ്. അപ്പോൾ ജീസസിനെ അന്വേഷിച്ച് പോയ ഒരു സ്ത്രീയെ നമുക്ക് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതലാണെന്ന് തോന്നുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ക്രൂശിച്ചതുകൊണ്ട് ഭയം പിടിച്ചവരായ ശിഷ്യന്മാർ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ശക്തിയില്ല. റോമൻ ഗവൺമെൻറ് യേശുവിനെ ക്രൂശിച്ചെങ്കിൽ ഞങ്ങളെയും ക്രൂശിക്കും, പേടിച്ച് വിറച്ച് ശിഷ്യന്മാരെല്ലാം ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അതിരാവിലെ യേശുവിൻ്റെ കല്ലറയ്ക്കലെത്തി. ഒരു പേടിയുമില്ല. അതാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കാരണം അവളുടെ ജീവിതത്തിൽ നശിച്ച് ഇല്ലാതായ സമയത്തിൽ യേശു അവളെ സന്ദർശിക്കുകയും അവളുടെ 7 ഭൂതങ്ങളെ പുറത്താക്കി അവൾക്ക് സൗഖ്യവും രക്ഷയും കൊടുത്തു. പാപിനിയായ സ്ത്രീയെ യഹൂദന്മാർ കല്ലെറിയാൻ വന്നപ്പോൾ അവളെയും കർത്താവ് രക്ഷിച്ചു. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായ സക്കായുടെ വീട്ടിൽ രക്ഷ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ളവർ യേശുവിനെ അധികമായി സ്നേഹിക്കും. നിങ്ങളൊരു പക്ഷേ ചോദിക്കുക, ഈ പെന്തിക്കോസ്തുകാരെന്തിനാ യേശുവിനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നടക്കുന്ന ഇത്രയും വലിയ ശബ്ദത്തോടെ സ്തുതിക്കുന്നത്? അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കിട്ടിയ നന്മ കൊണ്ടാണ്. മാത്രമല്ല അവരിലിരിക്കുന്ന ഇൻസ്പിറേഷൻ. ഇപ്പോൾ പണ്ടൊരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് ഫുട്ബോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ അർജൻറ്റീനക്കാരനായ അദ്ദേഹത്തിൻ്റെ പേര് മർഡോണ. അപ്പം മർഡോണ ഇങ്ങനെ ഗോൾ അടിക്കുന്ന സമയത്തിൽ TV കണ്ടുകൊണ്ടിരുന്ന ഒരുത്തൻ ഫുട്ബോൾ മാച്ച് ലോകകപ്പ് കണ്ടുകൊണ്ടിരുന്നവനാണ്. ആ സ്പിരിറ്റിൽ പുള്ളി 4 മണിക്ക് ഒരു അടിച്ചു, ഒരു ഗോൾ അടിച്ചതാണ്. പക്ഷേ TV പൊട്ടിത്തെറിച്ച് പോയി. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പോലെ ആത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഈ സ്നേഹവും സന്തോഷം വരുമ്പോൾ, സ്വർഗത്തിലെ സന്തോഷം വരുമ്പോൾ തുള്ളാതിരിക്കാൻ ഒക്കില്ല, ചാടാതിരിക്കാൻ ഒക്കത്തില്ല. അത് ഒരു ആത്മീയ അനുഭവമാണ്. അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിൽ അവരെ വീഞ്ഞു കുടിച്ചവരെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം, കാരണം നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയാതിരുന്ന സമയത്തിൽ, ഒറ്റപ്പെട്ടു പോയ സമയത്തിൽ, വെറുക്കപ്പെട്ട സമയത്തിൽ, തകർന്നു പോയ സമയത്തിൽ രക്ഷിച്ചവനായ യേശുവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അതിനുള്ള നിയന്ത്രണമുണ്ടോ? യേശു സൗഖ്യമാക്കിയ ഒരു കുരുടൻ, അവൻ ശബത്ത് നാളിൽ സൗഖ്യമായതിന് അവനെ ത്രട്ടൻ ചെയ്തതായ പുരോഹിതന്മാരുടെ ധൈര്യത്തോട് പറയുന്നു, അവനെന്നെ സൗഖ്യമാക്കി, നിങ്ങൾക്കും അവനെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ പലതും പ്രാപിച്ച് പിശാചി പിടിച്ചവരും ക്യാൻസർ രോഗം ബാധിച്ചവരും മറ്റ് പലവിധ രോഗത്തിൽ നിന്നെല്ലാം സൗഖ്യമായവരും ജീവിതം തന്നെ ആത്മഹത്യയ്ക്ക് ഒരുക്കപ്പെട്ട സമയത്ത് വിടുവിക്കപ്പെട്ടവരും. എനിക്ക് അനുഭവം ഉണ്ട്. എത്രയോ ആത്മഹത്യയ്ക്ക് ഞാനൊരിക്കൽ മുട്ടം ഭൈത്തോമിൽ അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. മദ്രാസിൽ എയർപോർട്ടിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തനിക്ക് ഒരു പ്രയാസമേറിയ ഒരു രോഗം ബാധിച്ചിരിക്കുന്നതിനാൽ ജോലിയും പോയി. താൻ ഇച്ചിരി ബുദ്ധിമുട്ടിരിക്കുമ്പോൾ തൻ്റെ പിതാവ് എന്നോട് വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ആ സഹോദരനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഓക്കെ, എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല, അവിശ്വാസവുമില്ല, ജോലി ചെയ്യണം, ജീവിക്കണം, അതാണ് പ്രധാനം. ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ള അന്വേഷിക്കേണ്ടത് എനിക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമല്ല. തന്നെയല്ല, അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്കൊരു സത്യം അറിയാവോ?
നിൻ്റെ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്ന് ചോദിച്ചു. കൂടുതലൊന്നും അറിയത്തില്ല. എൻ്റെ അപ്പൻ പെന്തിക്കോസിൽ പോയതായിട്ട് അറിയാം. അദ്ദേഹം ആദ്യം അച്ഛനാകാൻ പോയതാണ്. 6 വർഷം കഴിഞ്ഞപ്പോൾ തനിക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി. ശാരീരിക ക്ലേശങ്ങൾ നിമിത്തം താനെ അച്ഛൻ പട്ടം പോകാതെ ഉപേക്ഷിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടൊരു ഹോസ്പിറ്റലൊക്കെ ആരംഭിച്ചു. തനിക്ക് ഹോസ്പിറ്റലിൽ പരാജയപ്പെട്ടു പോയി. അന്നത്തെ കാലത്തിൽ 10,000 കടം വന്നപ്പോൾ താൻ ആകെ നിരാശനായി. ഒരു സാധുവായ മനുഷ്യനാണ്, ശുദ്ധനാണ്. അപ്പോൾ തനിക്ക് എങ്ങനെ അതിനെ റിക്കവർ ചെയ്യണമെന്ന് അറിയാതെ നിരാശപ്പെട്ട് മുൻപോട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ ഞാനന്ന് 1988 ജനുവരി മാസം ഞാൻ പട്ടംകോളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്, തൂക്കുപാലം പട്ടംകോളി സ്ഥലത്തുനിന്ന് മുട്ടത്തേക്ക് ട്രാൻസ്ഫറായി ചെന്നു. തൊടുപുഴ മുട്ടം ട്രാൻസ്ഫറായി ചെന്ന് മുട്ടം ഫൈത്തോം അവിടെ ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഡ്രസ്സ് ഊരാതിക്കുകയാണ്. 1 മണിക്കൂറോളം ഞാൻ ഡ്രസ്സ് ഊരാതിങ്ങനെ എന്തോ എനിക്കൊരു ആത്മഹേമം വന്ന് ഞാനിങ്ങനെ ഡ്രസ്സ് ഊരാതെ ഇവിടെ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു സാധുവായൊരു മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 പ്രാവശ്യം നടക്കുന്നു. അവിടെ ഒരു കോൺവെൻറ്റ് സ്കൂളുണ്ട്, കോൺവെൻറ്റുണ്ട്, ഇങ്ങേപ്പുറത്തൊരു പാരലൽ കോളേജുണ്ട്, ഒരു ചെറിയ റോഡ്. ആ റോഡ് സൈഡിലാണ് നമ്മുടെ ഫെയ്ത്തോം. അപ്പോൾ ഈ ബൈ റോഡിൽ ഈ സഹോദരൻ ഇങ്ങനെ 2-3 പ്രാവശ്യം നടക്കുന്നുണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ വിളിച്ചു, ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സേവ്യർ എന്നാണ്. ഞാൻ ചെന്താ, പുള്ളി വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. പുള്ളിയോട് പറഞ്ഞു, ഞാനിങ്ങനെ കടം കയറി, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, ആകെ നിരാശനായി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ ഒരു കുപ്പി വിഷവും കയ്യിലുണ്ട്. മേലുകാവ് എന്ന് പറയുന്ന ഒരു കാടുള്ള സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തൊടുപുഴയിൽ നിന്ന് ബസ് കയറി വന്നതാണ്. മേലുകാവിനും തൊടുപുഴയ്ക്കെടുക്കാണ് മുട്ടം. മുട്ടത്ത് വന്നപ്പോൾ ആരോ തന്നെ ബസ് ചെയ്ത് പിടിച്ചിറക്കുന്ന പോലെ തോന്നി. ഈ റോഡിൽ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങളെന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. കുറേ മണിക്കൂറുകൾ എൻ്റെ കൂടെ ചിലവഴിച്ചു. തനിക്ക് സമാധാനമായി. അടുത്ത ദിവസം മീറ്റിങ്ങിന് വരാൻ തുടങ്ങി. താൻ സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ മുമ്പോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു സഹോദരൻ, ഇതേപോലെ, അദ്ദേഹം ഡോക്ടറാണ്, താനെ ഇതുപോലെ കടപ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരാശനായിരിക്കുന്ന സമയത്ത് ഒരു പരസ്യവും നടത്തിയപ്പോൾ താനും രക്ഷിക്കപ്പെട്ടു. ഇവരെ 2 പേരെയും ചേർത്ത് ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്ത്, ചെമ്മണ്ണാർ സ്ഥലത്തിൽ ഒരു ഹോസ്പിറ്റൽ ആരംഭിച്ചു. അപ്പോൾ ഈ ഡോക്ടറുടെ മാനേജറായിട്ട് തന്നെ നിയമിക്കുകയും വളരെ അത്ഭുതമായിട്ട് അത് വിജയിക്കുകയും തന്നെ കടഭാരങ്ങളെല്ലാം 2 കൂട്ടരുടെയും കടഭാരങ്ങൾ തീർക്കാൻ ആ ഹോസ്പിറ്റൽ മുഖാന്തരമാക്കി തീർത്തു. ഇപ്പോൾ ഡോക്ടർ അമേരിക്കയിലാണ്, സേവറിൻ്റെ മക്കളെല്ലാം വിദേശത്തുമുണ്ട്. അപ്പം ഞാൻ അതിനുശേഷം സേവറിന് ആ സമയത്ത് 2 പെൺമക്കളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു 2 മക്കളുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഇനി പ്രാർത്ഥിക്കുക, നിർത്തണ്ട, ദൈവം കുഞ്ഞുങ്ങളെ തരുമല്ലോ, ഒരു ആൺകൊച്ചിനെ തരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായതാണ് ഈ സഹോദരൻ. അവൻ്റെ പേര് സൗമ്യൻ എന്നാണ് കേട്ടോ. അവനിപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് നിൻ്റെ ഉൽപ്പത്തിയുടെ, നിൻ്റെ അപ്പൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങി, അവിടെ ദൈവം രക്ഷിച്ചു, ഒരാൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെയാണ് നീ ഉണ്ടായത്. അവൻ സന്തോഷത്തോടെ പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഒരു ഫിലോസഫിയും മിണ്ടാതെ ഞാൻ പ്രാർത്ഥിച്ചു, ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് ആ സഹോദരന് ദൈവം സൗഖ്യം കൊടുക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ നോക്കണം, തകർക്കപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന മനുഷ്യരെ കർത്താവ് രക്ഷിക്കുമ്പോൾ മറ്റെല്ലാം മറന്ന് യേശുവിൻ്റെ പിന്നാലെ വരികയാണ്. അതാണ് ഈ മഗ്ദല സ്ത്രീയും. നമുക്കൊരു പാട്ടുണ്ടല്ലോ, തകർക്കപ്പെട്ട നേരത്തിലെല്ലാം എന്നെ ചേർത്തണച്ച കൃപയല്ലോ ഇത്, തകർക്കപ്പെട്ട നേരത്തിലെല്ലാം എന്നെ ചേർത്തണച്ച കൃപയല്ലോ ഇത്, കൃപയല്ലോ കൃപയല്ലോ മാറാത്ത നല്ല കൃപയല്ലോ മാറാത്ത നല്ല കൃപയല്ലോ, കൃപയത്രേ എന്നെ താങ്ങിടുന്നത്, നിന്റെ കൃപയത്രേ താങ്ങിടുന്നത്, നിന്റെ കൃപയത്രേ എന്നെ താങ്ങിടുന്നത്, നിന്റെ കൃപയത്രേ എന്നെ. ഇതാണ് എൻ്റെ സന്തോഷം. ഇങ്ങനെ
ഇപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ലേ, 19 വയസ്സിൽ തകർക്കപ്പെട്ട നേരത്തിൽ യേശു എന്നെ രക്ഷിച്ചതുകൊണ്ട് ഇന്നും മുഴുഹൃദയത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണ്. ഈ അനുഭവം പ്രാപിച്ചവരാണ് പലരും പെന്തിക്കോസ്റ്റിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ചിലർ ഇതിനിടയ്ക്ക് കർത്താവിനെ പിൻപറ്റിയതിൽ 12 യൂദായുണ്ടല്ലോ, ലോകത്തിൻ്റെ ചിന്തയും ദ്രവ്യാഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി അവരെ സാത്താൻ വഞ്ചിച്ചു പോകുന്നവർ, അവരെല്ലാം നമ്മുടെ മാതൃക. അങ്ങനെ 1000 പേരുണ്ടെങ്കിൽ അതിനകത്ത് 100 പേര് യൂദാസുകൾ കാണും. അവരറിഞ്ഞുകൊണ്ടല്ല, അവരെ പിശാച് വഞ്ചിക്കുക ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളവരെ കാണിച്ചുകൊണ്ട് ഈ മാർഗം തെറ്റാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ അവരുടെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവരെ വിമർശിച്ചില്ലാതാക്കാൻ ശ്രമിക്കരുത്. കാരണം അവരിതിനെല്ലാം വേണ്ടി ജീവൻ കൊടുത്തു പോകുന്നവരാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വേലയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന പാസ്റ്റർമാരെല്ലാം കണ്ടിട്ടില്ല. ഇപ്പോൾ പാസ്റ്റർ എബ്രഹാം, പാസ്റ്റർ എം.ഡി. തോമസ്, പാസ്റ്റർ ജയം എത്രയോ നല്ല തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ വലിയ വലിയ അവസ്ഥയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്ന് ഈ വേലയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. അങ്ങനെ എത്രയോ പെന്തിക്കോസിലുണ്ട്. മറ്റു പെന്തിക്കോസിലൊക്കെ നല്ല മനുഷ്യർ തങ്ങളുടെ ജീവൻ കൊടുത്ത് വേല ചെയ്യുന്നു. അവരെല്ലാം പൊതുവിലിട്ട് വിമർശിച്ച് ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതാകില്ല. പിന്നെ ഒരു ഭാഗം വിമർശനം നല്ലതാണ്. യേശുവിനെ നിന്ദിച്ചു, അപഹസിച്ചു, ക്രൂശിച്ചു, അവിടെ നിന്നാണ് അവൻ ഉയർക്കപ്പെട്ടത്. അപ്പം മുൾക്കിരീടം ആവശ്യമാണ്. മുൾക്കിരീടം ഉണ്ടെങ്കിൽ ക്രോസ് ആൻഡ് ക്രൗൺ എന്നല്ലേ, ക്രോസ് ആൻഡ് ക്രൗൺ. അപ്പോൾ ഒന്ന് തകർക്കപ്പെടുമ്പോൾ പണിയപ്പെടും. പുത്രനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അങ്ങനെ ഏതെങ്കിലും കാലത്ത് മറ്റുള്ളവരാൽ നാം തകർക്കപ്പെടുന്നെങ്കിൽ വിചാരിച്ചോണം, ആ തകർക്കപ്പെട്ടതിന് ശേഷം ഇനിയൊരു വലിയ പ്രവൃത്തിയുണ്ട്. നാം തോൽവി അടയുമ്പോൾ വിചാരിച്ചോണം, അതൊരു ജയത്തിന് മുന്നോടിയായിട്ട് വരികയാണ്. യേശുവും ലോകത്തിന് തോറ്റുകൊടുത്തു. അതോട് അവസാനിച്ചെടുത്തുനിന്നാണ് ഉയർത്തുന്നേറ്റ് യേശു തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. ആകയാൽ അങ്ങനെ നിന്ദിക്കപ്പെട്ടും തകർക്കപ്പെട്ടും വരുന്നവർക്ക് യേശുവിൻ്റെ രക്ഷ പ്രാപിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. അവർക്ക് ഭയമില്ല. അവർക്ക് സാത്താനിക ലോകത്തെ ഭയപ്പെടാതെ ജയശാലിയായ യേശു അവരുടെ ഹൃദയത്തിലിരിക്കുന്നതുകൊണ്ട് ആ യേശുവിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അങ്ങനെയുള്ളവർക്ക് യേശുവിനെ കൂടെ ജീവിക്കാൻ ഒക്കത്തില്ല. അതാണ് നമ്മൾ ഈ 3 സ്ത്രീകളെപ്പറ്റി അവരുടെ കരച്ചിലുമാണ് ഇന്നത്തെ ശേഷിക്കുന്ന ഭാഗം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21:11 മുതൽ. ശിമോൻ പത്രോസ് കയറി 20 എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട്, യേശു അടക്കപ്പെട്ട് ഉയർത്തുന്നതിൻ്റെ ദിവസം ഞായറാഴ്ച, അല്ലെങ്കിൽ ആഴ്ചവിടുന്നതിന് 1-2, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉയർപ്പിക്കപ്പെട്ട ദിവസം ഞായറാഴ്ച എന്ത് ചെയ്തു? വായിക്കാം. കരയുന്നിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന്റെ ശരീരം കിടന്നിരുന്നു. ഇവിടെ മറിയ കരയുന്നു. യേശു തൻ്റെ ക്രൂശീകരണ സമയത്തിൽ യേശു ഇങ്ങനെ പറയുണ്ടായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും ഓർത്ത് കരയുവിൻ. അപ്പം അവസാന കാലത്തിൽ ദൈവമക്കളായ നമുക്കും ഒരു വലിയ കരച്ചിലുണ്ടാകണം. ലോകം കരയാൻ പോവുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പലയിടത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ അണുബോംബ് വെച്ചുകൊണ്ടിരിക്കുക. പാകിസ്ഥാൻ വടക്കേ ഇന്ത്യയിൽ അണുബോംബ് ഇടാൻ കാത്തിരിക്കുകയാണ് അവർ. അതുപോലെ ഇറാൻ, അമേരിക്ക, എല്ലാ രാജ്യങ്ങളും ഉണ്ട്. റഷ്യ, എവിടെ പ്രാന്ത് പിടിച്ച് ഏത് സമയത്താണ് ഇതെല്ലാം ഇടാൻ പോകുന്ന അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ദർശനം ഉണ്ടായി. ഒരു ദൈവദാസന് വടക്കേ ഇന്ത്യയുടെ ചില സ്റ്റേറ്റുകളിൽ പാകിസ്ഥാൻ്റെ ബോംബ് വീഴുന്ന പോലെ ദർശനം കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു ദർശനം കണ്ടു. വടക്കേ ഇന്ത്യയിൽ അനേകർ ദാരുണമായി ഇതിൽ മരണപ്പെടുകയും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടക്കരച്ചിലുണ്ടാകുകയാണ്. ഇസ്രായേലിൽ വലിയ നിലവിളി ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അതുപോലെ ഇസ്രായേൽ വലിയ ഉപദ്രവമുണ്ടാകും. കുലം കുലമായി, ഗോത്രം ഗോത്രമായി അവർ വിലപിക്കാൻ പോവുകയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്തിൽ ഇസ്ലാമിന് വലിയ ഉപദ്രവമുണ്ടാകും. ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തൻ ഞങ്ങളെ മുടിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ വരുന്നുണ്ട്. അവനെ ജയിക്കുവാൻ മശിയ ഈസാ നബി വന്നാണ് ഞങ്ങളെ രക്ഷിക്കുന്നതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ചില മതപണ്ഡിതന്മാർ, മുസ്ലിംസ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് ദൈവമക്കളുടെ വീണ്ടെടുപ്പ് നടക്കുമെന്നൊരു സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിന് മുൻപ് നാം നിലവിളിക്കുന്നവരായി തീരണം. അതിന് 3 എക്സാമ്പിളുകൾ തരികയാണ്.
ഈ മെസ്സേജോടുകൂടി എല്ലാ വർഷവും നമ്മൾ ഡിസംബർ അവസാന കാലത്തിൽ കുറച്ച് നാളത്തേക്ക് മെസ്സേജ് നിർത്തുന്നുണ്ട്. പിന്നെ മിക്കവാറും മാർച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ മെസ്സേജ് ഇടാറുള്ളൂ. യേശു ക്രിസ്തു അനുവദിച്ചാൽ, കർത്താവ് അനുവദിച്ചാൽ മാത്രമേ ഇടാറുള്ളൂ. എല്ലാ വർഷവും ഇങ്ങനെ ഈ മാർച്ച് വരെ ഒരു ഇടവേള കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയത്തോടുകൂടി ആ ഇടവേള ആരംഭിക്കുകയാണ്. പിന്നീട് കർത്താവ് അനുവാദം തരുന്ന പോലെ കാര്യങ്ങൾ നടത്താം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ദൈവമക്കൾ ഈ നാളുകളിൽ 3 വിഷയത്തിനായി പ്രത്യേകം കരയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് മറിയ കരഞ്ഞു. എന്തിനു വേണ്ടിയാണ്? വായിച്ചു ചെയ്യും. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത്. അപ്പോൾ കരയുക മാത്രമല്ല, കരയുന്നതിനിടയിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കൾ അപ്പാവികളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരായിട്ട് മാത്രമല്ല, കരയുന്നതിനിടയിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ കണ്ടെത്തിയതുപോലെ നമുക്ക് ഇല്ലാതെ പോയിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മോട് കൂടെ ഇല്ലാത്ത കാര്യത്തെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഇതോട്ട് വായിക്കാം. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. നോക്കണം, എന്തോ ഒരു ബന്ധമാണെന്ന് നോക്കി. 7 ഭൂതത്തെ പുറത്താക്കി ജീവിതം തിരിച്ചു കൊടുത്ത യേശുവിനെ എൻ്റെ കർത്താവ്, നമ്മളും അങ്ങനെയല്ലേ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ നാഥനെ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. കാരണം എന്താ? ആ റിലേഷൻഷിപ്പ് നമുക്ക് ജീവൻ തന്നവനാണ്, നമുക്ക് സൗഖ്യം തന്നവനാണ്, മറ്റാർക്കും തരാൻ വയ്യാത്ത കാര്യങ്ങൾ തന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. വായിക്കാം. അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല. നോക്കണം, ശിഷ്യന്മാർ പോലും പേടിച്ച് ഭയന്നിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിൽ വാതിക്കൽ വന്ന് യേശുവിനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ തോട്ടക്കാരോട് പറഞ്ഞു, അവൻ എവിടെ വെച്ചെന്ന് പറ, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. ഒരു യേശുവിനെ എടുക്കാൻ തക്കവണ്ണുള്ളതായ ശക്തി ഇവൾക്കുണ്ടോ? അതാണ് വിശ്വാസം. വിശ്വാസത്താൽ ഇപ്പോൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കും, കർത്താവേ, ദൈവത്തിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ. അത് തെറ്റാ കേട്ടോ. ദൈവത്തിൻ്റെ ദാസനെ യേശുവല്ല ഉപയോഗിക്കേണ്ടത്. യേശു പറഞ്ഞ് എന്നെ നിങ്ങൾ ഉപയോഗിപ്പിൻ. അപ്പോൾ നമ്മൾ യേശുവിനെ 10% ഉപയോഗിച്ചാൽ 10% പ്രവർത്തനം നടക്കും. നമ്മൾ കുറേ കൂടെ ശക്തരാണെങ്കിൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഫിലിപ്പിയറിൽ വായിക്കുന്നില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും ശക്തിപ്പെട്ടെടുത്ത് യേശുവിൻ്റെ വചനത്തെ, വാഗ്ദത്തെ എടുത്ത് ഉപയോഗിക്കും തോറും കാര്യങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളാണ് യേശുവിനെ ഉപയോഗിക്കേണ്ടത്. യേശു പറഞ്ഞ വചനം, ആത്മശക്തി, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ദൈവം അതിന് അനുവാദം തന്നിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കല്ല, ദാസൻ യേശുവിനെ ഉപയോഗിക്കാൻ പ്രാപ്തനാകണം. അതിനാണ് പ്രാർത്ഥിച്ച് ബലപ്പെടുകയും ദൈവസ്ഥനിൽ ശക്തിപ്പെടുകയും ചെയ്യുന്നത്. വചന നിശ്ചയം, വചന അറിവൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പര്യാപ്തമായി നടക്കും. അപ്പോൾ ഇവിടെ മറിയ പറയുകയാണ്, അവൻ എവിടെ വെച്ചെന്ന് പറ, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. എനിക്ക് യേശുവിനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. അതാണ് എന്നെ കൂടാതെ. മറിയയ്ക്കറിയാം, മറിയ യേശുവാണ് മറിയ രക്ഷിച്ചത്. നാളെ യേശു ഇല്ലാതെ ഒരു മറിയ പുറത്തോട്ട് പോയാൽ ഇവന്മാർ വീണ്ടും കല്ലെറിയും, അല്ലെ അവളെ പരിഹസിക്കും, നിന്ദിക്കും. പക്ഷേ അവളുടെ ജീവതുല്യമായി, ജീവശ്വാസമായ, ജീവൻ്റെ ഉറവയായ യേശുവിനെ അവൾക്ക് ആവശ്യമാണ്. ഇതന്നെയാണ് നമുക്കും ആവശ്യം. ഇതാട്ട് വായിക്കാം. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. ആദ്യം കരഞ്ഞതിന് ശേഷം മുന്നോട്ട് നോക്കി അവിടെ ദൂതന്മാരെ കണ്ടു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ അന്വേഷണത്തിൽ ചിലപ്പോൾ ദൂതന്മാരെ കാണാം, ശുശ്രൂഷകരെ കാണാം, അല്ലെങ്കിൽ ഉപദേശിമാരെ കാണാം, പ്രാർത്ഥിക്കുന്നവരെ കാണാം. പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, അവിടെ കൊണ്ട് കാര്യം തീർക്കരുത്. ചിലപ്പോൾ അവർ നിങ്ങളെ പ്രാർത്ഥനയെ സഹായിക്കും, ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് മതി, പോരാ, പിന്നെ നോക്കണം. അവൾ പുറകോട്ട് നോക്കി, മുന്നോട്ട് നോക്കി, പുറകോട്ട് നോക്കി. അപ്പോൾ എന്ത് ചെയ്തു? തോട്ടക്കാരൻ നിൽക്കുന്നു. വായിച്ചേ. യേശു അവളോട്, സ്ത്രീയെ, കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന്. ഇത് യേശുവാണെന്ന് അറിഞ്ഞില്ല. ഉയർത്തുന്നേറ്റ യേശുവിന് ഏത് ശരീരവും ഏത് മുഖഭാവവും എടുക്കാം. അപ്പോൾ ഉയർത്തുന്നേറ്റ യേശുവിൻ്റെ ഏത് മുഖഭാവവും ഏത് ശരീരവും അല്ലെങ്കിൽ ശരീരവും എടുക്കാവുന്ന പോലെ ഇപ്പോൾ യേശുവിനെ കണ്ടിട്ട് അവൾക്ക് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ യേശുവിന് മനസ്സിലായി. വായിക്കാം. യേശു ഒന്നും അറിയാത്തവരെ പോലെ ചോദിക്കുന്നു, നീ എന്ത് തിരിയുന്നു? വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. പ്രിയരെ, നാമും ദൈവസന്നിധിയിൽ കരയുമ്പോൾ നമ്മുടെ കരച്ചിലിന് മറികടക്കാത്തവനായ ഒരു യേശു ഉണ്ടെന്ന് ഓർത്തോണം. മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയാതെ വരും. ഞാനൊരിക്കൽ മദ്രാസിൽ വൈറസ് ഫീവർ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ദിവസത്തിൽ 24-25 പേര് അതിന് ചുറ്റുപാടും വൈറസ് ഫീവർ ഒന്ന് മരിച്ചു.
അനേകർ മരിച്ചുകൊണ്ടിരിക്കും. കോവിഡ് പോലൊരു മരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന അവസാനം വൈറസ് ഫീവർ എനിക്കുണ്ടായി. ഞാനിങ്ങനെ വിറച്ച് അസ്വസ്ഥനായി മരണതുള്ളി കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പാസ്റ്റർ വന്നതാണ്, ഒരു സെൻട്രൽ പാസ്റ്റർ വന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ താൻ വേറെ ആരുടെ വിസിറ്റേഴ്സ് വന്ന് അവരോട് സംസാരിച്ചിട്ട് പോയപ്പോൾ സെൻട്രൽ മദർ പറഞ്ഞു, ചെറിയ കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ വന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവന് ദൈവമായിട്ട് വലിയ അടുപ്പമുള്ളവനാണ് എന്ന് പറഞ്ഞ് പുള്ളി പോയി. ഞാനിത് കേട്ടു. എനിക്ക് ആദ്യം വിഷമം തോന്നിയെങ്കിൽ തൻ്റെ വാക്കിന് വിലയുണ്ടെന്ന് എനിക്ക് തോന്നി, കാരണം ദൈവമായിട്ട് അടുപ്പമുള്ളവൻ. അപ്പം ഞാൻ ഒന്നുകൂടെ ദൈവത്തോട് അടുത്തു. നോക്കണം, ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ വന്ന് എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയും അദ്ദേഹം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. നടന്ന സംഭവം കേട്ടോ. അത്ഭുത സൗഖ്യം ഉണ്ടായി. അത്ഭുത സൗഖ്യം പ്രാപിച്ച് രാത്രി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യേണ്ട ഞാൻ ആ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അത് വന്നപ്പോൾ 10-24 സഹോദരന്മാർ വന്നു. ഇപ്പോൾ നമ്മുടെ വിശ്വാസികൾ പല രോഗികളായിട്ട് കിടക്കുക. എനിക്ക് ക്ഷീണിതനായതുകൊണ്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഈ 24 പേരെയും ഞാൻ പ്രാർത്ഥിച്ചു. 2 പേരായിട്ട് പല വീടുകളിലേക്ക് അയച്ചു. പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പോയി പ്രാർത്ഥിച്ചു. ആ രോഗികളെ പലരെയും ആ വിശ്വാസികൾ സൗഖ്യമാക്കി എഴുന്നേറ്റ് വരാനിടയായി. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നതല്ല വിഷയം. നമുക്ക് ആവശ്യമുള്ളവരെ കണ്ടെത്തും വരെയും നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും വരെയും നോക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ഇത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തായിട്ട് വായിക്കുമ്പോൾ അതിരമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് കണ്ടെത്തും വരെയും അവർ അന്വേഷിച്ചെന്നാണ്. ഇതുപോലെ ഉത്തമഗീതം 3-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ട മണവാളനെ തേടി ഇറങ്ങി കാവൽക്കാരെ കണ്ടു. അതിനുശേഷം 3-ാം അധ്യായം വായിച്ചറിയാം, മുന്നോട്ട് ചെല്ലുമ്പോൾ വീണ്ടും അന്വേഷിച്ച് യേശുവിനെ കണ്ടെത്തി അവനെ പിടിച്ചുകൊണ്ട് വന്നെന്നാണ്. ഒരു പറയുന്നത്, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടതിനാൽ അത് തന്നെ പിടിക്കാമോ എന്ന് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് അമർന്നിട്ടുണ്ട്. അങ്ങനെ മറിയ എന്ത് ചെയ്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വായിക്കാം. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. നോക്കുക, അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിഡ്ഢിത്തരം പോലെ തോന്നാം. പക്ഷേ വിഡ്ഢിത്തരമല്ല. ആവശ്യബോധത്തോടെ അവർ കാണുന്നവരൊക്കെ ചോദിക്കട്ടെ, യേശു എന്തിയെ, എനിക്ക് യേശുവിനെ കൂടെ ജീവിക്കാൻ കഴിയില്ല. യേശു എന്ന് പറഞ്ഞ വചനം, ആത്മനിറവ്. ഈ കാലത്തിലൊരു വിശ്വാസിക്ക് യേശു എന്ന വചനവും യേശു എന്ന ആത്മനിറവും കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. അതാണ് യേശു. അപ്പോൾ വീണ്ടും തോട്ടക്കാരോട് ചോദിച്ചു. വായിക്കാം. അവൾ, യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോവാം. മറിയയുടെ വിശ്വാസം നോക്കി, അതിനുള്ള ആരോഗ്യം, ആ ധൈര്യം, അതെല്ലാം അവള് സ്നേഹത്തിൽ കൂടിയാണ്, എൻ്റെ യേശുവിനെ കൂടാതെ. വായിക്കാം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. നോക്കണം, യേശു തൻ്റെ ഒറിജിനൽ ശബ്ദത്തിൽ മറിയേ. കാരണം ഇതുവരെയും അവളെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് പലരും വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റു പല അർത്ഥം വെച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു മാത്രമാണ് അവളെ യഥാർത്ഥ പേരിൽ, ആ സ്നേഹത്തിൻ്റെ പേരിൽ. അപ്പോൾ ആ പേര് വിളി കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇതാരാ. വായിച്ച. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. നോക്കണം, മറിയേ എന്ന് വിളിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിൽ കത്താൻ തുടങ്ങി, ഇത് യേശുവാണ്, ഗുരുവേ. വായിക്കാം. അതിന് ഗുരു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒന്നാമത് ഈ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു അവനാണ് നമ്മുടെ രക്ഷകൻ. യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുക. ഒരിക്കൽ യേശുവിനെ പ്രാപിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടെങ്കിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ വീണ്ടും യേശുവിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. 2 ശമൂവേൽ 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ രാജാവിനെ തിരികെ കാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. മൂലക്കല്ലായ കല്ലിനെ കൃപാ എന്ന ആർപ്പോടെ അടിസ്ഥാന കല്ലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന പരീക്ഷാ കാലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒന്നാമതായി യേശുവിനെ ആവശ്യം. രക്ഷിക്കപ്പെടുവാൻ യേശു വേണം, രോഗസൗഖ്യം, സ്നാനപ്പെടുവാൻ, എല്ലാറ്റിനും യേശുവിനെ കൂടാതെ നമുക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്. ഇനി രണ്ടാമത്, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് വിവരണം എടുത്തോളം, സമയക്കുറവുകൊണ്ട് നിർത്തുകയാണ്. രണ്ടാമത്, ഹാഗാർ എന്ന് പറയുന്നൊരു ഒരു സ്ത്രീ നോക്കണം, വെള്ളത്തിന് വേണ്ടി, ഉറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരയുകയാണ്. കാരണം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട സമയം വന്നു.
ഒരുപക്ഷെ നാം ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് തള്ളപ്പെടുകയും ഇറങ്ങിപ്പോവുകയും മറ്റുള്ളവർ ഇറക്കിവിടുന്ന സമയം വരും. ഇന്നത്തെ കാലത്തിൽ പുതിയ തലമുറയിൽ ചിലർക്ക് മാതാപിതാക്കന്മാരെ പോറ്റാൻ സാധ്യമല്ലാത്ത കാലം വരും. നമ്മൾ കാണുന്നുണ്ട്, അവരെ ഫ്ലാറ്റിന് വെളിയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോകുന്നവരുണ്ട്, നടുറോഡിൽ കൊണ്ടുവിടുന്നവരുണ്ട്, അല്ലെങ്കിൽ സഭയിൽ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയെന്ന് വരും, സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും, കുടുംബത്തിൽ ഒറ്റപ്പെട്ടെന്ന് വരും. ഭയപ്പെടേണ്ട, നിന്നെ അന്വേഷിച്ച് വരുന്നൊരു യേശുണ്ട്. 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യരെ തേടി യേശു വന്ന പോലെ യേശു ആരെയും സന്ദർശിക്കുന്നവനാണ്. താട്ട് വായിക്കാം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെ വായിക്കും. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് 21-ന്റെ 15 വായിച്ചു. 15-ാം വാക്യം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ നോക്കണം. കുട്ടിയെ ഒരു അപ്പോൾ അബ്രഹാം ഈ ഹാഗാറിനെ ഇറക്കി വിട്ടത് കടുകൈ ചെയ്തല്ല, അവനെയും മറ്റൊരു ഗോത്രമായി ഒരു തലമുറയാക്കി മാറ്റുവാൻ ഇവിടെ നിന്ന് സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുവാദത്തോടെയാണ് ഇറക്കി വിട്ടത്. പക്ഷേ പോയപ്പോൾ സാമാന്യ മര്യാദയാണ് ഒരാൾ യാത്രയാകുമ്പോൾ ഒരു തുരുത്തി വെള്ളം കൊടുക്കുക, ഒരു തുരുത്തി വെള്ളം, ഒരു നേരം ഭക്ഷണം. എന്നാൽ ഇവിടെ ഈ മരുഭൂമി യാത്രയിൽ കുറേ കഴിഞ്ഞപ്പോൾ ആ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയി. ഒരു അമ്മയും കുഞ്ഞും തന്നെയാണ്. നോക്കണം, ഒരമ്മയും കുഞ്ഞും തനിയെ യാത്ര ചെയ്യുമ്പോൾ ആരുമില്ല, വെള്ളവും തീർന്നു പോയി, മരുഭൂമിയാണ്. വായിക്കാം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിന്റെ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. നോക്കണം, ഇവിടെ ഹാഗാർ മനസ്സിലായി മരുഭൂമിയിൽ ഇനി വെള്ളം തരാൻ ആരുമില്ല, അല്ലെങ്കിൽ ഇരിക്കുന്ന വെള്ളം തീർന്നു പോയി, ഇവിടെ വെള്ളത്തിൻ്റെ യാതൊരു കണിക പോലും ലക്ഷണമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? മരണം തന്നെയാണ്. ആദ്യം കുഞ്ഞ് മരിക്കും, പിന്നെ ഞാനും മരിക്കും. അവൾ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ എനിക്ക് കെൽപ്പില്ലാത്തത് കൊണ്ട് അവൾ കരയുകയാണ്. നോക്കണം, അവൾ ഇത്രയും കാലം ദൈവത്തെ ഒരു പരിധിവരെ അറിഞ്ഞെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ദൈവം തന്നെ സഹായിക്കുമെന്നുള്ളതായ വിശ്വാസം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് കുഞ്ഞ് മരിച്ചു പോകും. ഇതിനു മുമ്പ് അവൾക്കൊരു വാഗ്ദത്തമുണ്ട്. അവൾ ഗർഭിണിയായി ഓടിപ്പോയ സമയത്തിൽ ദൈവം അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ തിരിച്ചുപോയി സാറായി കീഴ്പ്പെട്ടിരിക്കും, ഞാൻ ഇവനെയും വലിയ ജാതിയാക്കും. വാഗ്ദത്തം കൊടുത്തതാ, പക്ഷെ മറന്നുപോയി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളായാലും വിശ്വാസികളായാലും ശരി, ഏത് വിശ്വാസമുള്ളവരായാലും അവർ ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ കിട്ടിയാൽ പോലും ചിലപ്പോൾ മറന്നുപോകും. ആ മറവി നിരാശയിലും ദുഃഖത്തിലും മരണത്തിലും കൊണ്ട് എത്തിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ മരണത്തെ കാണാൻ വയ്യാതെ നിരാശയായി ദുഃഖിതയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കാണാം, ഹാഗാർ. പക്ഷേ ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവത്തോട് അവൾ നിലവിളിക്കുന്നുമില്ല. പക്ഷേ മരണം കാണാൻ വയ്യാത്തത് കൊണ്ട് കുഞ്ഞ് മരിച്ചു പോകുമെന്നുള്ള ആ പ്രയാസത്തിലാണ് അവൾ കരയുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് വായിച്ചേ? ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ഹാഗാറിൻ്റെ നിലവിളി, ഒന്ന് ബാലൻ്റെ നിലവിളി. ഹാഗാർ കുഞ്ഞ് മരിച്ചു പോകുന്നുള്ള കാര്യം കൊണ്ടാണ് നിലവിളിക്കുന്നത്. പക്ഷെ ബാലന് ഈ മരണമൊന്നും അറിയത്തില്ല, മരിക്കുമെന്നുള്ള ചിന്തയൊന്നും അറിയില്ല. പക്ഷെ അവന് വെള്ളം വേണം. ബാലൻ്റെ നിലവിളി ഇതാണ്, എനിക്ക് വെള്ളം വേണം, ദാഹമാണ്, എനിക്ക് ആരെങ്കിലും വെള്ളം കൊണ്ട് തരാനുള്ളതായ കരച്ചിലാണ് ബാലൻ നിലവിളിക്കുന്നത്. അവൻ മരിക്കാൻ വേണ്ടി നിലവിളിക്കുകയല്ല, വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കാത് ബന്ധമായിട്ടുമില്ല. യശയ്യാപ്രവൃത്തി വായിക്കുന്നുണ്ട്, 54-57 കൊണ്ടുണ്ട്. 59:1 വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇവിടെ ഇതാ ബാലൻ വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ, ഹാഗാർ ബാലൻ്റെ മരണത്തിന് വേണ്ടി, മരണം കാണാൻ ശക്തിയില്ലാതെ നിലവിളിക്കുമ്പോൾ, ഇതാ ദൈവത്തിന് അവരെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇതുപോലെ പ്രിയ സഹോദര സഹോദരി, നീ ഭാരപ്പെടണ്ട. മരണത്തിൻ്റെ തരുവായി വരുന്ന സമയത്ത് പോലും, എല്ലാം തകർന്നു പോകുന്ന സമയത്തും ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നീ കൈവിടപ്പെട്ടു പോവുകയില്ല. ഒരുപക്ഷെ ദൈവത്തെ വിളിക്കാൻ മറന്നു പോയാൽ പോലും, നീ അവിശ്വസ്തനായി മാറിയാലും വിശ്വസ്തനായ ദൈവം ഈ മരുഭൂമിയിൽ ഹാഗാറിൻ്റെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഹാഗാറിൻ്റെ കരച്ചിലും ബാലൻ്റെ നിലവിളിയും കേൾക്കുന്നൊരു ദൈവം നിന്നോട് കൂടിയുണ്ട്. അതാണ് യേശു ക്രിസ്തു. കർത്താവായ യേശു നിൻ്റെ നിലവിളിക്ക്, നിൻ്റെ കരച്ചിലിന് മറികടക്കുന്നവനല്ല.
എന്നാൽ ബാലൻ്റെ നിലവിളി യേശു കേട്ടു. കാരണം ബാലൻ്റെ നിലവിളി വെള്ളത്തിന് വേണ്ടിയാണ്. അപ്പോൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും നടക്കും. ആഗാറിൻ്റെ പ്രശ്നവും പരിഹരിക്കും, ബാലൻ്റെ പ്രശ്നവും പരിഹരിക്കും. വായിക്കാം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. നോക്കണം, അതിൻ്റെ രസം എന്താ? ഈ ദാസി, മിസ്രയീം ദാസിയുടെ പേര് വരെ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പേര് ചൊല്ലി വിളിക്കുകയാണ്. അതാണ് നിൻ്റെ ഓമന പേര് ചൊല്ലി വിളിക്കും, നീ ഭയപ്പെടണ്ട. ഈ അടുത്ത സമയത്ത് തന്നെ നിനക്കും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. നിൻ്റെ അപ്പനോ അമ്മയോ വിളിക്കാത്ത രീതിയിലുള്ളതായ ഓമന പേർ ചൊല്ലി നിന്നെ വിളിക്കാൻ പോവുകയാണ്. കാത്തിരിക്കുക. ഹാഗാറേ എന്ന് സ്വർഗത്തിൽ നിന്ന് വിളിക്കുകയാണ്. അവൾ ഞെട്ടിപ്പോയി. വായിക്കാം. ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ഞാൻ അവനെ വീണ്ടും പറയാണ്, ഒരു വലിയ ജാതിയാക്കും. പിന്നെ ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവൾ ഒരു നീരുറവ കണ്ടു. അതെ, അവളുടെ കണ്ണ് തുറന്ന് അവളൊരു നീരുറവ കണ്ടു. നിന്റെ പരിസരത്തിൽ, നിന്റെ ചുറ്റുപാട് തന്നെ ഈ നീരുറവ ഉണ്ട്. പക്ഷെ കണ്ണ് തുറക്കണം. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സിനെ ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ് ശോഭിക്കാതിരിപ്പാൻ തക്കൊണ്ട് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി. വായിക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ, അതാണ് ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാതെ വണ്ണം കണ്ണു കുരുടാക്കി കളഞ്ഞു. ഈ കണ്ണു കുരുടാക്കാന്ന് പറഞ്ഞ് ഇരുട്ടാക്കി കളയല്ല, അതും ഒരു വെളിച്ചമാണ്. ഇപ്പം വെളിച്ചം കൊണ്ട് കണ്ണു കുരുടാക്കാൻ കഴിയും. കാരണം വെളിച്ചം ഉണ്ടെങ്കിലല്ലേ അട്രാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടനാടൻ പ്രദേശത്തിൽ മീൻ പിടിക്കുന്ന സമയത്തിൽ എൻ്റെ ജ്യേഷ്ഠന് ഇങ്ങനെ തെറ്റാലി കൊണ്ട് അമ്പും ബില്ല് ഉപയോഗിച്ച്, തെറ്റാലി എന്ന് പറയും, അതിന് മീൻ പിടിക്കാൻ അറിയാം. അപ്പോൾ സന്ധ്യാസമയത്ത് താൻ എന്നെ വിളിച്ചു, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യമാണ് 5 ബാറ്ററിയുടെ ഒരു ടോർച്ച് എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു, നീ ഇത് മീനെ കാണുമ്പോൾ അടിച്ച് പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് വെട്ടം അടിച്ചാൽ മീനൊക്കെ പോകത്തില്ലെന്ന്. ചേട്ടായി എന്തോ ബുദ്ധിയില്ലാത്തവനാന്ന് പറഞ്ഞു. ശരിയല്ലേ, വെട്ടം കാണുമ്പോൾ മീൻ ഓടിപ്പോകത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ നീ അടിച്ചു. അപ്പോൾ ഞാനവിടെ ടോർച്ച് അടിച്ചു. ഒരു വലിയ കരിമീനെ കണ്ടിങ്ങനെ ടോർച്ച് അടിച്ചു. അപ്പോൾ ഈ വെട്ടം, ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണല്ലോ, ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയതുകൊണ്ട് ഈ ലൈറ്റ് കൊണ്ട് ഈ മീനിൻ്റെ കണ്ണ് ബ്ലിങ്കിങ് ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്റ്റക്കായി നിൽക്കും. ഒന്നും പണ്ടില്ല, ഈ ഹൈറേഞ്ചിൽ കാറിലൊക്കെ പണ്ട് പോകുന്ന സമയത്ത് കുറുകെ ചാടുന്ന മാനെ, മുയലെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ലൈറ്റിലേക്ക് നോക്കും, കാറിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുമ്പോഴായിട്ട് കണ്ണും ബ്ലിങ്കിങ് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും, പെട്ടെന്ന് പിടിക്കാം. അപ്പോൾ ഇതുപോലെ സാത്താൻ ചില ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും ചില നന്മകളും കാണിച്ചല്ലെങ്കിൽ അവൻ്റെ ഇത് കാണിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിനെ കുരുടാക്കും. അങ്ങനെ കുരുടാക്കപ്പെട്ട കണ്ണിനെ തുറക്കപ്പെട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദൈവം ആരാ, ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മനക്കണ്ണുകളെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരായി തീരണം. വായിച്ച്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പോൾ ഈ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കാൻ വേണ്ടിയാണ് വചനം പ്രസംഗിക്കുന്നത്. വചനത്തിൽ എന്തുണ്ട്? ഈ വചനം പ്രസംഗിക്കുമ്പോൾ വചനം കേട്ട് അനേകരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. കാരണം കുരുടായി വെച്ചിരിക്കുന്ന സാത്താൻ ലോകത്തിൻ്റെ മോഹങ്ങളും ഇമ്പങ്ങളും ഈ ലോകത്തിൻ്റെ സയൻസും, നമ്മുടെ സൗമ്യൻ പറഞ്ഞ പോലെ അവൻ്റെ അപ്പൻ യേശുക്രിസ്തു ജീവൻ കൊടുത്ത് രക്ഷ കൊടുത്തു, മാനസാന്തരപ്പെട്ടു, ദൈവകൃപയിൽ വന്നു, അവൻ അതിനുശേഷം ജനിച്ചു. അല്ലെങ്കിൽ അന്നേ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ സൗമ്യൻ എന്ന് പറഞ്ഞ ഒരു MBA-കാരൻ എയർപോർട്ടിൽ ജീവനക്കാരൻ ഇത് കാണത്തില്ലായിരുന്നു. പക്ഷെ അവനതറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സൈലൻ്റായി എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയുകയില്ല, കണ്ടുകുരുടാക്കപ്പെടും. അതിനാണ് ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരൻ 19-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ, യഹോവയുടെ വചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. നോക്കണം, യഹോവയുടെ വചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവയുടെ ശബ്ദം, രണ്ടുമുണ്ട്. യഹോവയുടെ ശബ്ദവും ആണ് യഹോവയുടെ വചനം എന്ന് പറയുന്നത്. അപ്പം ശബ്ദം എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിക്കുമ്പോൾ അത് മാൻപേടുകളെ പ്രസവിക്കുമാറാക്കുന്നു. നോക്കണം, പുതിയ തലമുറകളെ, പുതിയ ആത്മാക്കളെ ഉരുവാക്കാൻ കഴിയും. അതാണ് അതിനുള്ള പ്രാധാന്യം. എന്താ വചനത്തിലുള്ള പ്രാധാന്യം? വചനം ജീവനാണ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. വായിച്ച വാക്യം.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ച്, അല്ലെങ്കിൽ 1 മുതൽ 4 വരെ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നോ, വചനം ദൈവത്തോട് കൂടെയായിരുന്നോ, വചനം ദൈവമായിരുന്നോ, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നോ, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നോ, ജീവൻ മനുഷ്യരുടെ വെളിച്ചം. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നോക്കണം, ജീവൻ മനുഷ്യരുടെ വെളിച്ചം. UK ഇംഗ്ലണ്ടിൽ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്ന സൗദി അറേബ്യയിലെ അബ്ദുള്ള രാജാവിൻ്റെ മകൾ സമീറ ആ ഹോട്ടലിൽ അസ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ അലമാരി തുറന്നു നോക്കുമ്പോൾ ബൈബിൾ അതിനകത്തിരുന്നു. ആ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വാക്യം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണവും, അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചപ്പോൾ ഈ വചനം ഇതാണ് അവരെ അട്രാക്റ്റ് ചെയ്തത്. അങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെടുകയും ആ രക്ഷിക്കപ്പെട്ട ഈ ബൈബിൾ കൈവച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശിക്ഷിച്ച് അവരെ കാരാഗ്രഹത്തിൽ അടച്ച് നാളെ തൂക്കിക്കൊല്ലാൻ വിധി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ യേശു പ്രത്യക്ഷപ്പെട്ട് അവരെ അവിടുന്ന് രക്ഷിച്ച് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇപ്പോൾ അവർ സുവിശേഷയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ആരാ? സൗദി അറേബ്യയിലെ അബ്ദുള്ള രാജാവിൻ്റെ മകൾ. അതിനുശേഷം തൻ്റെ കൊച്ചുമകനും രക്ഷിക്കപ്പെടാനിടയായി. ഇങ്ങനെ അനേകരുടെ കണ്ണുകൾ ദൈവം വചനം പോലെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പുതിയ തലമുറ വചനം വായിക്കത്തില്ല. വചനം വായിക്കണം, വചനം കേൾക്കണം. പുതിയ തലമുറയിൽ ഏത് തലമുറയായാലും, ഇപ്പം ഞാനും വചനം കേട്ടില്ലേ, അല്ലെങ്കിൽ ദൈവ ദർശനം കണ്ടു, വചനം വായിച്ചു, ഈ സത്യത്തിലേക്ക് വരാനിടയായി. അപ്പം ഈ വചനത്തിൽ നമ്മൾ വായിച്ച പോലെ ജീവനുണ്ട്, വെളിച്ചമുണ്ട്. ആ ജീവൻ വരുമ്പോൾ മരണം നീക്കപ്പെടും. ജീവൻ വരുമ്പോൾ അതാണ് ഉറവ. ആ ഹാഗാറിൻ്റെയും മകൻ്റെയും മരണം നീക്കിയത് ഉറവയാണ്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ജീവൻ്റെ ഉറവയാണ്. ശമരിയാസികൾ പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നതിന് ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ടത്. അതുമാത്രമല്ല, നിത്യജീവികളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. അത് അവൾ ഏറ്റുകൊണ്ടപ്പോൾ വെള്ളം കോരാമെന്ന് അവൾ പാത്രം വെച്ചിട്ട് ഓടി. കാരണം അവളുടെ ഹൃദയത്തിനകത്തുനിന്ന് ഉറവക്കൺ പൊട്ടി ഉറവ പുറപ്പെടാൻ തുടങ്ങി. അതാണ് യേശു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ, വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവൻ്റെ ഉറവകൾ, ജീവൻ്റെ നദികൾ പുറപ്പെടുന്നതാണ്. അതാണ് ഈ സത്യം. അതാണ് ഇന്ന് ലോകം മുഴുവൻ കീഴക്കൊണ്ടിരിക്കുന്ന പെന്തിക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത്. അതിലെ കള്ളന്മാരെവിടെ? എവിടെയും കള്ളന്മാർ ചൊഴിഞ്ഞു വരുമല്ലോ. ഇതിനെ ഒറ്റുനോക്കാനും ഇതിനെ തടസ്സപ്പെടുത്തുവാനും പ്രശ്നം ഉണ്ടാക്കാനും കള്ളന്മാരെ പിശാച് അയക്കും. അവരെ കണ്ടിട്ട് ഇവരാണ് പെന്തിക്കോസ്തുകാരെന്ന് പറയരുത്, അല്ലെങ്കിൽ മാതൃകയില്ലാത്തവരില്ല. ഇതാണ് അനുഭവം. ഉറവ തുറക്കപ്പെടുന്നു. അങ്ങനെ ഇന്നും ഉറവ തുറക്കപ്പെടുന്നതുകൊണ്ടാണ് സൗദി രാജാവിൻ്റെ മക്കൾ ഉൾപ്പെടെ, ഏറ്റവും താഴെ കിടക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം. നമ്മുടെ പറയുന്ന ഈ മാർഗം ഇന്നത്തെ പെന്തിക്കോസ്ത് തലമുറ പോലും തള്ളിക്കളയാൻ ഇഷ്ടപ്പെടുകയാണ്. അവസാനം നിങ്ങൾ ഗതികേടിലാണ്. കാരണം ഇതിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യ വെളിച്ചമാണ്. ഇത് ഹാഗാറിൻ്റെ ഹൃദയക്കണ്ണുകൾ തുറന്നു. അവളെ മകനെയും പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ലോകം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അറബി ലോകം, അറബി വംശം അതിൽ നിന്നാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തെ കരച്ചിൽ നമുക്കറിയാം. ഒരു ആൺകുട്ടിക്ക് വേണ്ടി കരച്ചിലാണ്. ഒരു ആൺകുട്ടിക്ക് വേണ്ടി കരയുന്ന ഒരു സ്ത്രീയെ കാണാം. അതാണ് 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വന്നല്ലേ വായിച്ച്. അന്ന ദൈവത്തോടൊരു നിയമം ചെയ്തു. 10-ാണോ 15-ആണോ വായിച്ച്? 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. നോക്കണം, യഹോവയോട് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ കരച്ചിൽ. അപ്പോൾ ആദ്യത്തെ കരച്ചിൽ യേശുവിനെ സ്വന്തമാക്കുവാൻ, അത് വിശ്വാസം ഉൾപ്പെടെയുള്ള ദൂതായോടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ആഗാറിനെ നമ്മൾ കരച്ചിൽ കാണുമ്പോൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാൻ വേണ്ടി, ഇപ്പോൾ മരണം നീക്കുകയും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ ആ കുരുട്ടുകെട്ട് തുറക്കുവാൻ, അല്ലെങ്കിൽ ജീവൻ പ്രകാശിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ നാം യേശുവിൻ്റെ വചനത്തെ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉറവ പുറപ്പെട്ടു വരും. മൂന്നാമത്തെ കരച്ചിൽ ഒരു ആൺകുട്ടിക്കായിട്ട് കരയണം. വായിച്ചേ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. മനോവ്യസനത്തോടുകൂടി പ്രാർത്ഥിച്ചു കരഞ്ഞു. വായിക്കാം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. അവിടെ ആൺകുട്ടി എന്നല്ല പറഞ്ഞു, പിന്നെയോ
വെറും ഒരു ശിശുവിനെ തരാമെന്നല്ല പറഞ്ഞ്, പിന്നെ ഒരു പൈതലിനെ തരാനല്ല, ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷ സന്താനത്തെ തരണം. വലിയ അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ഒരു പുരുഷ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവൾ നിയമം ചെയ്തു. അപ്പോൾ നമ്മളിലും ഒരു നിയമം ചെയ്തെങ്കിലേ പുരുഷ സന്താനം ഉണ്ടാകുകയുള്ളൂ. താട്ട് വായിക്കാം. ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. യഹോവയ്ക്ക് കൊടുക്കും. നോക്കണം, ഇതൊരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനയുടെ ആത്മീയ അർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അപ്പനും അമ്മയും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. അതാ പല ക്രിസ്തീയ കുടുംബങ്ങളിൽ അതൊക്കെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത്, അല്ലാതെ കാശുണ്ടാക്കുന്നൊന്നുമല്ല, അല്ല അഹങ്കാരം പറയുന്നതല്ല. പാരമ്പര്യ ക്രിസ്തീയ കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അവർക്ക് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് ആദ്യത്തേന് നിനക്ക് തന്നേക്കാം, അല്ലെ അടുത്തതിന് നിനക്ക് തന്നേക്കാം, ഇങ്ങനെയൊക്കെ അവർ നിയമം ചെയ്ത് അങ്ങനെ അഞ്ചാമത് ഞാൻ ജനിക്കുന്ന സമയത്തിൽ അവർ ദൈവത്തിന് നേർന്നതാണ്, ജനിക്കുന്നതിന് മുമ്പ് നേർന്നു, ഇവനെ ദൈവത്തിന് കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പിശാച് വളരെ പോരാട്ടം വരും. അവരെ തകർക്കാൻ വേണ്ടി, അവരെ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പിശാച് വലിയ പരിശ്രമം ചെയ്യും മറ്റുള്ളവരെക്കാൾ. പക്ഷേ എന്നാലും ദൈവം തക്ക സമയത്തിൽ അവരെ രക്ഷിച്ചെടുക്കും. അപ്പോൾ ആൺ സന്താനത്തിന് വേണ്ടി നിലവിളിക്കുന്ന അന്നായെ കാണാൻ കഴിയുന്നു. എന്താണ് ഈ ആൺ സന്താനം? അതിനവൾ ദൈവത്തോട് നിയമം ചെയ്യുകയാണ്. 50-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ വായിച്ച 50-5, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുന്ന എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുത്ത് കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടും. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ആൺകുട്ടി വെളിപ്പെടണം. ഒരാൺ സന്താനം, പുരുഷ സന്താനം നമ്മളിൽ നിന്ന് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, അങ്ങനെ ഒരു പുരുഷ സന്താനം ലോകത്തിൽ വന്ന ആദ്യത്തെ വിശുദ്ധ പ്രജ യേശുവാണ്. യേശു ജനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറി. മറിയോട് ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. 2, പവർ, അത്യുന്നതനായ ശക്തി. അതാണ് വചനവും പരിശുദ്ധാത്മാവിനാൽ ഉരുവാകുന്നതാണ് പുരുഷ സന്താനം. അല്ലാതെ പാരമ്പര്യം കൊണ്ടോ ഒരു കീഴ്വഴക്കങ്ങൾ കൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു പാട്ട് കുർബാന കൊണ്ടോ നടക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും കൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഒരു പുരുഷ സന്താനം ഉണ്ടാകും. അതിനാണ് അവസാനത്തെ നിലവിളി ഉണ്ടാകേണ്ടത്. കാരണം ആ പുരുഷ സന്താനമാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും മേയ്പ്പാനുള്ള ഒരാൺകുട്ടിയെ പ്രസവിച്ചു. പിന്നെ കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടി എന്ത് ചെയ്തു? പെട്ടെന്ന് എവിടോട്ടാണ് എടുക്കുന്നത്? സിംഹാസനത്തിലേക്കാണ്. സിംഹാസനം ഞാൻ ഭരിക്കുന്നവനാണ്. സിംഹാസനം എന്ന് പറയുന്നത് ഭരണകർത്താവ്, രാജാവാണ്. അപ്പോൾ ഈ കുട്ടി ജനിച്ചതുകൊണ്ട് സിംഹാസനത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഇത് ശിശുവല്ല, ഇതിനെയാണ് ആൺകുട്ടി എന്ന് പറയുന്നത്. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ജയജീവിതം ചെയ്യുന്നവനാണ് ഏറ്റവും. അപ്പോൾ അതുകൊണ്ടാണ് വെളിപ്പാട് 3-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സഭയുടെ അവസാനത്തെ ദൂതിൽ, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. വായിച്ചേ. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇപ്പം നോക്കി, മത്സരത്തിന് കാലമല്ലേ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പലരും കസേരയിലേക്ക് വരാൻ പോവുകയാണ്. ഇനി അവിടുന്ന് എലക്ട് ചെയ്ത് പ്രസിഡന്റ് പദവിയിലേക്ക് വരാൻ പോവുകയാണ്. ഇനി അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് നിയമസഭയിലേക്ക് വരികയാണ്. അപ്പം ജയിക്കുന്നവനാണ് കസേര കിട്ടുന്നത്. പക്ഷേ കസേരയുടെ ആത്മാവ് കയറി പിടിച്ചവർ നശിക്കുന്നവർ അനേകരുണ്ട്, ക്ലാവ് പിടിച്ച്. പക്ഷെ ഇവിടെ അതല്ല, ജയിക്കുന്നവൻ എന്നോടുകൂടെ വായിച്ചേ എൻ്റെ സിംഹാസനത്തിൽ. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് ആ സിംഹാസനത്തിലേക്കാണ് ഈ കുട്ടി എടുക്കപ്പെടുന്നത്. ആൺകുട്ടി. വായിച്ചേ വെളിപ്പാട് 12-5. അവൾ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെടും. അതാണ് വിശുദ്ധന്മാർ മറുരൂപപ്പെടാൻ പോകുന്ന സമയമാണ്. മീഖയുടെ പുസ്തകം 4-5 വായിക്കുമ്പോൾ 2-3 ഉണ്ടല്ലേ, പ്രസവിക്കാനുള്ളവർ പ്രസവിക്കുവോളം ഇസ്രായേലിന് കാഠിന്യം സംഭവിച്ചിരിക്കുന്നതാണ്. 4-ന്റെ താഴെയാണോ 5-ന്റെ താഴെയാണോ? മീഖ പ്രസവിക്കാൻ 5-ന്റെ 1 മുതൽ അത് വാഗ്ദത്വമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും രണ്ടും ചേർത്തൊരു പ്രവചനമാണ് ഈ മീഖ 5-ാം അധ്യായത്തിൽ വായിച്ച. നീയോ ബേത്ലഹേമേ, അത് വായിരാദ്യം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, 2-ാം വാക്യം വന്നതല്ലയോ? 2-ാം വാക്യം. അപ്പം 5-ന്റെ 2ഉം 4ഉം ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. വായിക്കാം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും
ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇത് നീയോ ബത്ലഹേം എഫ്രാത്തേ, ഇസ്രായേലിൽ ചെറിയൊരു നഗരമാണെങ്കിൽ പോലും എന്നാൽ ലോകത്തെ റൂൾ ചെയ്യുന്നവൻ, അവനെ ഭരിക്കാനുള്ളവൻ അവിടെ നിന്ന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിനുള്ള പ്രവചനം. 4-ാം വാക്യം വായിച്ചേ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ, അതുകൊണ്ട് പ്രസവിക്കുവാനുള്ളവൾ അടുത്തത് പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ അവരെ ആരെ? ഇസ്രായേലിനെ. റോമാലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ 24-25 വായിക്കുമ്പോൾ നോക്കണം, ജാതികളുടെ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. റോമർ 11-24-25 വായിക്കാം. അപ്പോൾ ജാതിയുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം. കാരണം ഇസ്രായേലിനെ ദൈവം തള്ളിയതായി കാണുന്നുണ്ട് അല്ലേ? അവിടെ ഒരു ഉദാഹരണം നമുക്ക് കാണുന്നുണ്ട്. ഇതാ, കർത്താവും ശിഷ്യന്മാരും കൂടെ നടന്നു പോകുന്ന സമയത്തിൽ ഒരു അത്തിമരം തളർത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. ഇതിനെക്കുറിച്ച് പലരും പല വ്യാഖ്യാനം കൊടുക്കാറുണ്ട് കേട്ടോ. അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ പോളിഷ് ചെയ്ത് വിടാൻ വേണ്ടിയൊക്കെ ചെയ്ത് ചില വ്യാഖ്യാനവും കേൾക്കാറുണ്ട്. ഒരു ഇല നിറഞ്ഞ അത്തിമരത്തെ കണ്ടിട്ട് യേശു ശപിച്ചു കളഞ്ഞു. യേശു ഫലം അന്വേഷിച്ചെന്നാണ്. യേശു ഫലം അന്വേഷിച്ചിട്ട് അത്തി കണ്ടില്ല. പ്രത്യേകിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അത് അത്തിപ്പഴക്കാലമല്ലായിരുന്നു. ഇവിടെ അത്തിപ്പഴക്കാലം അല്ലാത്ത കാലത്തിൽ അത്തിയോട് പഴം തരാൻ പറഞ്ഞാൽ പഴം കിട്ടുമോ? പിന്നെ എന്തോ ഒരു വിഡിത്തരം യേശു ചെയ്തെന്ന് ചിലർ ചോദിക്കും. ഇതല്ലേ നിങ്ങളുടെ യേശു? അത് അവർക്ക് അത്രേ അറിയത്തുള്ളൂ. അത്തി 2 പ്രാവശ്യം കായ്ക്കും. അത്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അത് കായ്ക്കും. ആദ്യമേ കുറച്ച് തലക്കരികളുണ്ടാകും. തലക്കരികൾ എന്ന് പറഞ്ഞാൽ എണ്ണം കുറവായിരിക്കും, പക്ഷെ നല്ല ദൃഢമായിരിക്കും, നല്ല ശക്തിയുള്ള കൊഴുപ്പോടുകൂടി. അതാണ് തലക്കനി. ആ തലക്കനിയും കഴിഞ്ഞ് പിന്നീടാണ് അത്തിപ്പഴക്കാലം എന്ന് പറഞ്ഞാൽ 2ാമത്തെ കാലം. അത് എടുത്തു പറഞ്ഞു, അത്തിപ്പഴക്കാലം അല്ലായിരുന്നു. അത്തിപ്പഴക്കാലം എന്ന് പറഞ്ഞാൽ അത്തി എല്ലായിടത്തും സമൃദ്ധിയായിട്ടുണ്ടാകുന്ന കാലമാണ്. എന്നാൽ ഇവിടെ അത്തിപ്പഴക്കാലമല്ല, പക്ഷേ തലക്കനി ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ ഈ തലക്കനിയിലാണ് യേശു നോക്കിയത്. പക്ഷെ ഒരു കനിയില്ല. അത് വേറൊരു പ്രവാചി പുസ്തകത്തിൽ ആമോസിൽ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, നിൻ്റെ പിതാക്കന്മാരെ ഞാൻ അത്തിയിലെ തലക്കനി പോലെ പ്രതീക്ഷിച്ചു. ഒരു വാക്യമുണ്ട്, ഞാൻ ആ വാക്യം മറന്നുപോയി. പ്രവാചകന്മാർ പുസ്തകത്തിനകത്തുണ്ട്. മീഖായാണോ ആമോസിലുണ്ട്, നിൻ്റെ പിതാക്കന്മാരെ ഞാൻ അത്തിവൃക്ഷത്തിൻ്റെ തലക്കനികൾ പോലെ. അപ്പോൾ തലക്കനിയുടെ കാലത്തിലാണ് യേശു നോക്കിയത്. അതായത് ഇസ്രായേലിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന രക്ഷ, അവരിൽ നിന്ന് തലക്കനികളെ എടുക്കണം, പിന്നെ ജാതികൾ കൊടുക്കണം. അത്തിപ്പഴക്കാലം എന്ന് പറഞ്ഞാൽ ജാതികളുടെ കാലമാണ്. തലക്കനി എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ കാലം. അപ്പോൾ യഹൂദന് രക്ഷ വന്നെങ്കിൽ ആ തലക്കനിയുടെ കാലത്തിൽ വെറുതെ സ്വയനീതിയിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് എന്നെ ശപിച്ചു കളഞ്ഞത്. അതിന് ഈ അടുത്ത കാലത്ത് നമ്മളൊരു പാർശ്വം പറയുന്നുണ്ട്, ഇത് ഇതിങ്ങനെ വേറൊരു ന്യായീകരണം പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ തളർത്ത് അല്ലെങ്കിൽ ഇല മാത്രം കണ്ടുകൊണ്ട് പല സഭയിലും ഫലമില്ലാത്ത വിശ്വാസികളെ വേലക്കാരെന്ന് പറഞ്ഞ പോലെ അന്നും ആ ഫലമില്ലാത്തതുകൊണ്ടാണ് ഈ ചെളിപ്പുള്ള ഇലകളെ കണ്ടാണ്. അങ്ങനെയല്ല, ആദ്യം അത്തി തളർക്കുമ്പോൾ സമൃദ്ധിയായ ഇലകൾ തളർക്കുന്നതോടുകൂടി ആ കൂട്ടത്തിൽ ചില തലക്കനികളുണ്ടാകും. യേശു തലക്കനികളെയാണ് നോക്കിയത്. ആ തലക്കനിയെ കിട്ടാഞ്ഞുകൊണ്ടാണ് യേശു എന്നെ ശപിച്ചത്. അതിന് വേരോട് ഉണങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം അതോടുകൂടി ഇസ്രായേലിന് കാഠിന്യം വന്നു. ഇസ്രായേലിനെ ദേശത്ത് ചതുരിച്ചു. AD 70 തീത്തോസ് കൈസറിൻ്റെ കാലത്തിൽ ലോകം മുഴുവൻ ചതുരിച്ചു കളഞ്ഞു. അതോടുകൂടി അത്തിപ്പഴക്കാലം തുടങ്ങി. നോക്കണം, അത്തിപ്പഴക്കാലം എന്ന് പറഞ്ഞാൽ ജാതികളുടെ രക്ഷ ആരംഭിച്ചു. അതുകൊണ്ടാണ് ആ കാലം കഴിയുമ്പോൾ, ജാതികളുടെ കാലം തീരുമ്പോൾ, വായിച്ച്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് ജാതിയുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം. അവരിങ്ങനെ ചതറിപ്പോയി. എന്നാൽ അവരുടെ തിരിച്ചുവരവ്, യേശു തന്നെ പറഞ്ഞു, അത്തി തളർക്കുന്ന കാലം വരുമ്പോൾ. അപ്പോൾ ഇത് ആക്ഷരികമായ ഒരു അത്തിയോടുള്ള വിഷയമല്ലേ. ഇസ്രായേലിനെ പഠിപ്പിക്കാൻ, ജനത്തെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഉദാഹരണത്തിൽ കൂടെ കാണിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത്തി തളർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു. ഇപ്പോൾ അത്തി തളർത്തു. മണിപ്പൂരിൽ നിന്നും നാഗാലാൻഡിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ യഹൂദന്മാർ ഇപ്പോൾ നെതന്യാവ് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ തളർത്തുകൊണ്ടിരിക്കുന്നൊരു കാലം. മരുഭൂമിയിൽ കൂടെ തോട് വെട്ടി വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ സമൃദ്ധിയെ നശിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ് തീവ്രവാദികളെല്ലാം അവർ വകവരുത്താൻ നോക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം അവർക്ക് ശത്രുത്വം ഉണ്ടായിട്ടല്ല.
കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. കാരണം ഇസ്രായേൽ ഭൂമിയുടെ മധ്യയെ താമസിച്ചുകൊണ്ട് മുഴു ലോകത്തിനും ഒരു അനുഗ്രഹമായി തീരുന്നുള്ള അബ്രഹാമിൻ്റെ വാഗ്ദത്വമുണ്ട്. എവിടെ? 18-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 18:15 അവിടെ നമ്മൾ വായിക്കുന്നു, അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നിനക്ക് ശേഷം നിൻ്റെ സന്തതികളും ന്യായത്തോടും നീതിയോടും കൂടി അവിടെ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ അബ്രഹാമിനോട് കൊടുത്ത നിയമം, അല്ലാതെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-ലോ 14 കണ്ടുണ്ടായി, അല്ലെങ്കിൽ അടുത്ത വാക്യം നോക്കേ. അവിടെ എന്തായിരിക്കുന്നത്? അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് നിൻ്റെ സന്തതി നിനക്ക് ശേഷം എന്തായിത്തീരണം? 11 ഉൽപ്പത്തി 18. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്. നോക്കണം, ഇതാണ് ഉദ്ദേശം. അതിനാണ് ഭൂമിയുടെ മധ്യയിൽ തന്നെ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കാൻ കാരണം അന്ന് പാലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം, അന്ന് പലസ്തീൻ ഇല്ല, കനാന്യ ദേശമാണ്. ആ കനാന്യ ദേശം എന്ന് പറയുന്ന സ്ഥലം വിഗ്രഹാരാധനയുടെയും മ്ലേച്ഛതയുടെയും അങ്ങനെയുള്ളൊരു ലോകമായത് മാറി ഒരു യാതൊരു വിധമായ ദൈവികമായ ധാർമ്മിക മൂല്യമില്ലാതെ നശിച്ചുകൊണ്ടിരുന്നൊരു തലമുറയെ ദൈവം അവിടെ നാട്ടി ഓടിച്ചു. പകരം ദേശത്തിൻ്റെ നടുവിൽ, ലോകത്തിൻ്റെ നടുവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ഥലം, കനാൻ ദേശത്തിൽ അബ്രഹാം എന്ന് പറയുന്നൊരു ഇറാഖിൽ മെസോപ്പൊത്താമിയയിൽപ്പെട്ട ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത്, അവൻ വെളിയിൽ നിന്നവരൊന്നും അല്ല, വിദേശത്തും അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നില്ല അബ്രഹാം. ആ ദേശത്ത് തന്നെ ഇറാഖിൽ നിന്ന്, ഇറാഖിൻ്റെ മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ വേർതിരിച്ചെടുത്തിട്ട് ഈ പാലസ്തീൻ, ഇസ്രായേൽ ദേശത്ത് കനാൻ ദേശത്തിൽ കൊണ്ടുപോയി അവിടെയുള്ള അല്ലെങ്കിൽ വ്യവസ്ഥയില്ലാതെ വെറും കിരാതമായി ജീവിച്ച, വിഗ്രഹാരാധനയിലും അധാർമ്മികമായി ജീവിച്ച ജനത്തെ അവിടുന്ന് ഓടിച്ചിട്ട് ഇവരെ കൊണ്ട് അവിടെ നാക്കി വെച്ചു. എന്തിനാ? എന്തുദ്ദേശത്തോടാണ്? വായിക്കേ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കോണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും, അബ്രഹാം തൻ്റെ മക്കളോടും തൻ്റെ പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിച്ചുകൊണ്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കണം, അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാണ് അവരെ കനാൻ ദേശം കൊടുത്തത്. കാരണം ഈ ഏകസത്യ ദൈവം, ഒരേ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ഈ കനാന്യർ 16-17 ഗ്രൂപ്പുകളുണ്ട്. ഓരോരുത്തരും കാണുന്ന വിഗ്രഹങ്ങളെയും ഈ സൃഷ്ടികളെ ആരാധിച്ച് മലിനമാക്കി കളഞ്ഞ ദേശം. എന്നാൽ അവരെ മാറ്റിയിട്ട് അബ്രഹാം പറഞ്ഞു, നീ ദൈവത്തെ, ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആ ഏകസത്യ ദൈവത്തെക്കുറിച്ച് നീ വിളിച്ചു പറയേണ്ടതിനാണ് അന്നും അവിടെയും യഹൂദന്മാർ വാങ്ങി വിളിക്കുന്ന സമയമുണ്ടായിരുന്നു. 5 പ്രാവശ്യം 7 പ്രാവശ്യം നിസ്കരിക്കും. ആ 7 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറയും, യഹോവയല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. അപ്പം അങ്ങനെ വിളിച്ചു പറയും, അത് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാക്കണം. അന്യദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടുവന്ന് ഈ കനാന്യ സംസ്കാരത്തെ മാറ്റി വീണ്ടും ദൈവിക മൂല്യം കൊണ്ടുവരാൻ വേണ്ടി അവരെ ആക്കി വെച്ചു. അവർ കുറേ നാൾ ചെയ്തു. പിന്നീട് അവരും ഭക്ഷണത്തെ കാണിച്ചപ്പോൾ കനാന്യരെ ഓടിച്ചതുപോലെ ഇസ്രായേൽ ഓടിച്ചു കളഞ്ഞു. പകരം ജാതികളെ തിരഞ്ഞെടുത്തു. നോക്കട്ടെ, ഏകസത്യ ദൈവത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടിരുന്നു. അവിടെ യൂറോപ്പ് വീണ്ടും ഭക്ഷണത്തെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അത് വേറെ രീതിയിലാണെങ്കിൽ പോലും, അതായത് ദൈവത്തിൻ്റെ പ്ലാനിലല്ലെങ്കിൽ പോലും, ഇസ്മായിലെ സന്തതികളിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിനെ എഴുന്നേൽപ്പിച്ച് യഹോവയല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അറബി ഭാഷയിൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവത്തെ വിളിക്കുന്ന, അല്ലെങ്കിൽ ആ ഏക ദൈവത്തെ ആക്കി അവിടുന്ന് ഒരു ദൈവത്തെ ഉണ്ടാക്കി ഏകദൈവത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അതിൻ്റെ മറുവശമല്ല ഞാൻ പറയുന്നത്. ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവന്മാർ, യഹൂദന്മാരെന്ന് പറയുന്നവർ വഴിതെറ്റി പോയപ്പോൾ ദൈവം തൻ്റെ കോപത്താൽ മറ്റൊരു ഗ്രൂപ്പിനെ എഴുന്നേൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇവർക്ക് എരിവ് വരുത്തുവാൻ, അങ്ങനെയുള്ള ഞാനൊരു ജാതിയെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് എരിവ് വരുത്തുന്നൊരു വാക്കുണ്ട് ആവർത്തന പുസ്തകത്തിൽ. അങ്ങനെ വേറൊരു ജാതി എഴുന്നേൽപ്പിച്ചിട്ട് ഇവർക്ക് എരിവുണ്ടാക്കാനും ഇവരോട് കുസ്തി പിടിക്കാനും മത്സരിക്കാനും വേണ്ടി 8-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറഞ്ഞാൽ ദൈവം, അവരുടെ ഒരു ദൈവത്തിൻ്റെ പേരിലാണ് ലാ എന്ന് വയ്ക്കുന്നത്. എങ്കിലും ഏക ദൈവമേ ഉള്ളെന്ന് വിളിച്ചു പറയാൻ മറ്റൊരു ജാതി എഴുന്നേൽപ്പിച്ചു. അതാണ് ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവർ വിളിച്ചു പറയുന്നില്ലേ, 5 പ്രാവശ്യം അവർ വിളിച്ചു പറയുന്നത്, മൈക്ക് വെച്ച് ഒരു ലജ്ജയില്ലാതെ വിളിച്ചു പറയുക, ഒറ്റ ദൈവമേ ഉള്ളൂ. അത് അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മറ്റൊരു വ്യാഖ്യാനിക്കുന്നു. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ഖുറേഷ്യക്കാരുടെ ഗോത്ര ദൈവമാണെന്നൊക്കെ പറഞ്ഞാലും
ഈ ഒരു കോൺസെപ്റ്റ് അവർ വിളിച്ചു പറയാൻ ദൈവം അനുവദിച്ചതിൻ്റെ കാരണം ഇത് വിളിച്ചു പറയേണ്ടവനായ യഹൂദനും ക്രിസ്ത്യാനിയും വഴിതെറ്റിപ്പോയി. അപ്പം പിന്നെ ദൈവം തൻ്റെ കോപത്തിൽ അശൂറിനെ എഴുന്നേൽപ്പിച്ച പോലെ ഇവർക്ക് അനുവാദം കൊടുത്തു. അതുകൊണ്ട് അതിൽ നിന്ന് നിൽക്കുന്നത് അവരൊരു മടിയില്ലല്ലോ. ഏകസത്യ ദൈവം എല്ലാത്തിനെല്ലാം വെട്ടിക്കളയല്ലേ. ഇപ്പോൾ താലിബാനിൽ അവർ ഭരണം പിടിച്ച ഉടനെ അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം ഉടച്ചു. ഇന്ത്യയിൽ നടക്കാൻ പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ഇന്ത്യയിൽ താമസിക്കാതെ ഒരു പ്രക്ഷോഭം ഉണ്ടാകും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞപ്പോൾ 3 ഗ്രൂപ്പുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് യഹൂദൻ, ഒന്ന് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്കൊന്ന് ഗലാത്യർ 3:14 വായിക്കുന്ന ക്രിസ്ത്യാനികൾ, 3 അവരതിൻ്റെ പാരമ്പര്യം പറയുന്ന ഇസ്ലാം. ഇവരെല്ലാം ഏകസത്യ ദൈവത്തെയാണ്, പക്ഷേ കാര്യം കാണാൻ വേണ്ടി മധ്യസ്ഥന്മാരെ അവനെല്ലാം വിളിച്ചു പോകുന്ന ക്രിസ്ത്യാനികളും തമോസിനെയും മുളോക്ക ദേവനെയും ബാലിനെയൊക്കെ ആരാധിക്കുന്ന യഹൂദിനെ കാണത്തില്ലേ. അതുപോലെ ഇസ്ലാമിലുമുണ്ട്. വിഗ്രഹാരാധന ഇല്ലെന്ന് പറഞ്ഞാലും കൗബായും കല്ലിനെയും ഒക്കെ വണങ്ങുന്നവർ അവിടെയുണ്ട്. സത്യ മുസ്ലിം അവിടെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഫൈനൽ വാർ. അതിനാണ് ദജ്ജാൽ എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിനെ വിട്ടിട്ട് ഇവന്മാരെല്ലാം മര്യാദ പഠിപ്പിക്കും. ആ മര്യാദ പഠിപ്പിക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ചത്തുപോകും, ഇല്ലാതായിപ്പോവും. അതിനുശേഷമാണ് വീണ്ടും പാലസ്തീൻ കേന്ദ്രമാക്കി കർത്താവായ യേശു ഒലിവുമലയിൽ വന്ന് ഇവിടെ ഭരിക്കാൻ പോകുന്നു. അതിനുമുമ്പ് ദൈവത്തിൻ്റെ മക്കളെ ദൈവം രഹസ്യമായി ചേർത്തുകൊള്ളും. ആ രഹസ്യമായി ചേർക്കുന്ന കാലത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനാണ് ആൺകുട്ടിക്ക് വേണ്ടി നിലവിളിക്കണം. അന്നാ നിലവിളിച്ച പോലെ കർത്താവേ, ഞാനൊരു ജയജീവിതം ചെയ്തവനായി മാറണം. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. യേശു വേഗത്തിൽ വരും. അവൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമുക്ക് കരയാം. ആരെപ്പോലെ? മറിയെപ്പോലെ കരയാം, യേശുവിനെ സ്വന്തമാക്കുവാൻ. ഹാഗാറിനെ പോലെ കരുവാൻ, കണ്ണുകളെ തുറക്കുവാൻ. നീറുറവ വീണ്ടും പുറപ്പെടട്ടെ. അതെ, അന്യായെപ്പോലെ കരുതാം. ജയജീവിതം ചെയ്യുന്ന ഒരു ആൺകുട്ടി, ഒരു പുരുഷ സന്താനമായിട്ട് നമ്മൾ മാറട്ടെ. എല്ലാ അശുദ്ധിയും നീക്കപ്പെട്ട് ജയിക്കുന്നവനായി തീരട്ടെ. ഹല്ലേലൂയ. ശബാന കഥുരാലവ. ജയിക്കുന്നവൻ പ്രാപിക്കും സമസ്തവുമേ ജയാളിയായി. അപ്പോൾ ജയിക്കുന്നവനായി തീരണം. അവൻ സകലവും പ്രാപിക്കും. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ പാരത്തിൽ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവമേ, ഞങ്ങളും ഈ നാളുകളിൽ കരയുന്നവരായി തീരട്ടെ. യേശുവിൻ്റെ അവസാനത്തിൽ യേശു പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവേൻ. അതെ, നമുക്ക് കരയാം. മറിയ കരഞ്ഞ പോലെ എനിക്ക് യേശുവിനെ വേണം. യേശുവില്ലാത്തൊരു ജീവിതം വേണ്ട. യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ആത്മാവ്, വചനവും ആത്മാവില്ലാത്തൊന്നും എനിക്ക് വേണ്ട. അതിനുവേണ്ടി കരയാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാഗാർ കരഞ്ഞ പോലെ കർത്താവേ, പിശാചിൻ്റെ കണ്ണിനെ കുരുടാക്കി ഈ ലോകത്തിൻ്റെ മഹത്വവും ഈ ലോകത്തിൻ്റെ ആഡംബരവും ഈ ലൗകികമായ ഭക്ഷണങ്ങളും ആഡംബരങ്ങളെല്ലാം കൊണ്ട് എൻ്റെ കണ്ണുകളെ കുരുടാക്കി. എൻ്റെ കണ്ണെ തുറക്കണമേ കർത്താവേ, കണ്ണുകളെ തുറക്കണമേ. ഹാഗാറിൻ്റെ കണ്ണ് തുറന്നവനായ ദൈവം നമ്മുടെ ഈ കണ്ണുകൾ തുറക്കട്ടെ. നമുക്ക് താഴ്ത്തി കൊടുക്കാം. നീരുറവ നിന്റെ കൺമുമ്പിൽ തുറക്കുന്നവനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കും. വീണ്ടും രക്ഷയുടെ അനുഭവങ്ങൾ കടന്നു വരട്ടെ. ഈ രക്ഷയുടെ അനുഭവങ്ങൾ നമുക്ക് പ്രാപിപ്പാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ശഗബാനല സബല കതുരബം ഷിയാദിനം തിലഷിയാദിനാദിന ഹിബാരബല കതുരബം ഷിയാദിനം തിലഷിയാദിന ഓ ബഖബാനബം തിരാദിന. അന്നാ പ്രാർത്ഥിച്ച പോലെ നമുക്കറിയാം. കർത്താവേ, എനിക്കൊരു ജയജീവിതം ചെയ്യണം, ഒരു വിശുദ്ധനായി മാറണം. ഹല്ലേലൂയ. ശബാന കതുരബം തിരാദിന ഇബാനര ബല കതുരബന ബല കതുരബം ഷിയാദിനം തിലഷിയാദിനാദിന ഇബാന ബല കതുരബം ഷിയാദിനായി. പൂർണ്ണരായി പ്രിയനെ പോലികത്തിൽ ജീവിച്ചിരുന്നവർ, പൂർണ്ണരായി പ്രിയനെ പോലികത്തിൽ ജീവിച്ചിരുന്നവർ, പൂർണ്ണ ശോഭയോടെ സിയോനിൽ, പൂർണ്ണ ശോഭയോടെ സിയോനിൽ വാഴുമേ. പ്രിയനുമായി, പ്രിയനുമായി, പൂർണ്ണരായി പ്രിയനെ പോലികത്തിൽ ജീവിച്ചിരുന്നവർ,
പൂർണ്ണരായി പ്രിയനെ പോ ഇഹത്തിൽ ജീവിച്ചിരുന്നവർ പൂർണ്ണശോഭയോടെ സിയോനിൽ വാഴുവേ, പൂർണ്ണശോഭയോടെ സിയോനിൽ വാഴുവേ, പ്രിയനുമായി പൂർണ്ണശോഭയോടെ സിയോനിൽ വാഴുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സഹിച്ചവ കണ്ണീരിയാനം ചെയ്തവ കഷ്ടങ്ങൾ സഹിച്ചവർ കണ്ണീരിൽ യാനം ചെയ്തവ കാണുമ്പോൾ പ്രിയരെ മുത്തം ചെയ്തവരെല്ലാം കാണുമ്പോൾ പ്രിയരെ മുത്തം ചെയ്തവരെല്ലാം മറന്നുപോകൂ, മറന്നുപോകൂ. കഷ്ടങ്ങൾ സഹിച്ചവ കണ്ണീരിൽ യാനം യേശുരാജൻ വരവേറ്റം സമീപ ആനന്ദപ്രിയരേ യേശുരാജൻ വരവേറ്റം സമീപ ആനന്ദപ്രിയരേ പ്രിയ യേശുരാജൻ യേശുരാജൻ വരവേറ്റം സമീപ ആനന്ദപ്രിയരേ യേശുരാജൻ വരവേറ്റം സമീപ ആനന്ദപ്രിയരേ യേശുരാജൻ വരവേറ്റം സമീപ ആനന്ദ Oh, Jesus! Hallelujah! പ്രാർത്ഥിക്കുക. ഞങ്ങളോട് സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ആദിപിതാക്കന്മാർ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധന രാവിലെ സമീപത്താവേ, നിന്നെ സത്യത്തിലും ആത്മാ ഭൂമി സേഷിപ്പിച്ചനായ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ അവസാന മാസം വരെയും ദൈവം ഞങ്ങൾക്ക് വിശ്വസ്തനായി വാക്ക് പറഞ്ഞിട്ട് മാറാത്ത ദൈവമായി ഒരു പിതാവിനേക്കാൾ മാതാവിനേക്കാൾ ഉപരിയായി ഞങ്ങളെ സ്നേഹിച്ച് കർത്താവ് ഞങ്ങളെ വഴി നടത്തിയല്ലാതെ സ്തോത്രം കർത്താവേ. എത്രയോ പേര് കർത്താവേ ഈ അവസാന ദിവസം കാണാതെ വേണം ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. എത്രയോ പേര് കർത്താവേ വിശ്വാസ പോർക്കളത്തിൽ നന്യപ്പെട്ടു പോയി. എങ്കിലും ഒന്നുമില്ലാത്ത ഞങ്ങളെ ഏഴുകളായി ഞങ്ങളെ കർത്താവേ ഇതുവരെ ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിച്ച് ഇതുവരെ ദൈവത്തിന്റെ വീട്ടിൽ നിലനിർത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് പൂർവാ നിന്റെ ക്രൂശ് അല്ലാതെ, ഞങ്ങൾക്ക് പ്രശംസിപ്പാ നിന്റെ ക്രൂശ് അല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവേ. അയപ്പോൾ നിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നവരായി കർത്താവേ, നിന്റെ ക്രൂശിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായി ഞങ്ങൾ കാണപ്പെടുവാൻ അവിടെ നെടിയാക്കി തരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുപോലെ കർത്താവേ ഞങ്ങളുടെ കൺവെൻഷൻ കർത്താവ് ഭാരമേറ്റ് നടത്തി വലിയ അനുഗ്രഹങ്ങളെ പകർന്നു അമ്മേനായ സ്തോത്രം ചെയ്തു കർത്താവേ. പലപ്പോഴും ഞങ്ങൾ നന്ദിയില്ലാത്തവരായി തീർന്നെങ്കിലും യഹോവ വിശ്വസ്തനായി ഞങ്ങളോട് കാണിച്ച എല്ലാ ദയക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഓരോ നിമിഷവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം.
വചനം കേട്ട് അനേകരെ ഈ നാളുകളായി സന്ദർശിച്ച് രക്ഷിച്ച് ഈ സത്യാനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന ദേശത്തോട് ദൈവം കരുണ കാണിക്കണമേ. അനേക മദ്യപാനികളെ കർത്താവെ, മദ്യത്തിന്റെ ലഹരിക്ക് അടിമകളായിരിക്കുന്നവരെ ദൈവം രക്ഷിച്ച് കർത്താവെ സത്യസഭയോട് ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും കർത്താവെ ഞങ്ങൾ ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഈ രാവിലെ സമയം വീണ്ടും ദൈവസന്നിധി വരുവാനും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാനും ഞങ്ങൾക്കിടയാക്കി തീർത്തനായ സ്തോത്രം കർത്താവെ. ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ നല്ല ആലോചനയ്ക്കായ സ്തോത്രം കർത്താവെ. ആ മറിയ ദൈവത്തെ അന്വേഷിച്ച് കർത്താവ് രാവിലെ കല്ലറിക്കൽ ചെന്ന് കരഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളെ യേശുവിനെ കാണുവാൻ ഈ നാളുകളായി കരയുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ യേശുവിനെ അവൾ കണ്ടുകിട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വിദേശത്തും അനേകം യേശുവിനെ കണ്ടുകിട്ടുന്നവരായി, യേശുവിനെ തങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവരായി തീരുവാൻ നിൽക്കണം. ദൈവോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ഹന്ന കരഞ്ഞ ഒരു നീരുറവ് അവരുടെ ജീവിതത്തിൽ കണ്ടതുപോലെ കർത്താവെ കുരുടി കണ്ണുകളെ ഈ നാളുകളായി ദൈവം തുറന്നു കർത്താവെ. അനേക നീരുറവുകളെ കാണുവാൻ നിൽക്കണം, അനേക ദൈവത്തിന്റെ വചനങ്ങൾ അറിയുവാൻ നിൽക്കണം കർത്താവ്. ഇവിടെയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ഹന്ന കർത്താവെ ഒരു പുത്രന് വേണ്ടി കരഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആൺകുട്ടി ഉരുവാകാൻ നിൽക്കണം, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നിൽക്കണം കർത്താവെ. ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചന പ്രകാരം ഞങ്ങൾ കർത്താവെ സ്വർഗീയനായി യശിരമായി നിത്യതയിൽ കാണപ്പെടുവാൻ നിൽക്കണം. ഓരോ നിമിഷവും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കാൻ നിന്റെ ദാസന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഇനിയും ധാരാളം കൃപ കൊടുത്ത അനേക കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ കാണുവരെ നിന്റെ കൃപയുടെ സൂക്ഷിക്കണം. ഞങ്ങളുടെ ജനത്തെ സൂക്ഷിച്ചാട്ട് എല്ലാ നന്മകളാലും നിറച്ച് വേഗത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം ചെയ്യാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് സന്തോഷവും കൃപയുള്ളവർ കുറച്ച് മണല് കയറ്റിട്ട് പോവുക. ആ രണ്ട് സ്ഥലത്തിട്ടുണ്ട്, ആ ഷീറ്റ് മാറി അവിടെ ഉച്ച കഴിഞ്ഞും വിളിച്ചിരി വർക്കുണ്ട്. സഹോദരന്മാര് സന്തോഷമുള്ളവർ വരിക. സ്തോത്രം ചെയ്യാം. ചൊവ്വാഴ്ച തൊട്ട് നമ്മൾ തേക്കാൻ തുടങ്ങുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ നനയ്ക്കാൻ സഹോദരന്മാർ വരുന്നുണ്ട്. വന്ന് നിങ്ങൾ സഹായിക്കുന്നുള്ളതാണ്. നന്നായിട്ട് നനച്ചു കൊടുത്തെങ്കിൽ അത് സെറ്റാകും. പെട്ടെന്ന് നനയ്ക്കുന്നു. വീണ്ടും സ്തോത്രം ചെയ്യാം. എല്ലാ മഹത്വവും വീണ്ടും ദൈവത്തിനടുത്ത് സ്തോത്രം ചെയ്യാം. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുള്ള സമയങ്ങളിൽ ഒരു നിലവിളിയും കരച്ചിൽ ഞങ്ങൾക്ക് ആവശ്യം. കർത്താവേ, യേശുവിനെ സ്വീകരിക്കാത്ത എത്രയോ പേരുണ്ട്. അവർ സ്വീകരിക്കുന്നതിനുള്ളതായ കരച്ചിൽ, കർത്താവിനെ സ്വന്തമാക്കാനുള്ളതായ കരച്ചിൽ, കർത്താവിനെ മണവാളനാക്കാനുള്ള കരച്ചിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉറവ പുറപ്പെടട്ടെ. നീരുറവ, ദാഹം തീർക്കുന്ന നീരുറവ കർത്താവേ. അതിനായി ഞങ്ങളെ താഴ്ച ഏൽപ്പിക്കുന്ന യേശുവേ സ്തോത്രം. എല്ലാവരും ഉപരി കർത്താവ് ലോകത്തിലൊരു ജയാളികളായി കാണുവാൻ ഞങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തിൽ യേശു ജയിച്ചതുപോലെ ഞങ്ങളെ ജയിച്ച് കർത്താവിലൂടെ കാണപ്പെടുവാൻ, അവിടുത്തെ സിംഹാസനത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതവും ഒരു ജയ ജീവിതം അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. എല്ലാ മഹത്വത്തേക്ക് തരുന്നു യേശു നാമത്തിൽ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോട് സർവ്വസഭാവിന്റെ ഒരുവരെയും എന്നേക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കറിയണ്ടേ റെക്കോർഡ് ചെയ്ത് റണ്ണിങ്ങിലാണെന്ന് നോക്കി